ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് സൊല്യൂഷൻസ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് 2008 നടന്ന ഗ്രേഡ് 2 ഓവർസിയറിന്റെ PWD ഇറിഗേഷന്റെ എക്സാമിന്റെ സൊല്യൂഷൻ നോക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ ഗ്രേഡ് 2 ഓവർസിയർ എക്സാം അടുത്ത മാസം നമുക്ക് KWD വരുന്നുണ്ട്. ഓക്കെ, അതിന് ഉപകാരപ്രദമാകുന്ന രീതിയിലായിരിക്കും ഇതിനകത്ത് ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഇതുവരെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒന്നും കാണാത്ത ആൾക്കാർ ഒന്ന് ജസ്റ്റ് നോക്കാം. ഓക്കെ, അതിനുവേണ്ടി മാത്രമാണ് ഇത് കംപ്ലീറ്റ്ലി എക്സ്പ്ലെയിൻ ചെയ്ത് പോകാനുള്ള ടൈമും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. വീഡിയോന്റെ ലെങ്ത്തും കാര്യങ്ങളൊക്കെ കൂടും. ഇതിനു മുമ്പ് ഞാൻ ഓപ്പറേറ്റർ കോഴ്സ് ചെയ്തപ്പോൾ 4 പാർട്ടായിട്ടാണ് ചെയ്തത്. 100 ക്വസ്റ്റ്യൻ ചെയ്യുന്നത് 4 പാർട്ട് വരെ എത്തിയിട്ടുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ മാക്സിമം ഒറ്റ സിംഗിൾ വീഡിയോ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ സിമ്പിൾ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു പോവാം. ഒരുപാട് ചെറിയ ചെറിയ എക്സ്പ്ലനേഷൻ എന്നെ കൊണ്ട് ഇപ്പോൾ പറ്റുന്ന രീതിയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ പ്രോസസ് ഓഫ് മേക്കിംഗ് ഓഫ് ദ സ്ലിപ്പ് ഗേജ് അഡേഴ്സ് ഈസ്. ആ സ്ലിപ്പ് ഗേജ് ഉണ്ടാക്കുന്ന ഒരു പ്രോസസ്സ് എന്താണെന്ന് വെച്ചാൽ ആ ഒരു എന്താ പറയുക, സ്ലിപ്പ് ഗേജ് ആണ് ഒരു ബാറിന് മുകളിൽ മറ്റൊരു ബാർ കറക്കുന്ന ഒരു പ്രോസസ്സാണ് സ്ലിപ്പ് ഗേജിൻ്റെ. അതിനകത്ത് വരുന്നത് വെച്ചാൽ അഡേഷൻ, അസംബ്ലിംഗ്, സ്ലൈഡിംഗ്, വേളിംഗ്. അപ്പോൾ ഏതാണ്? ഓപ്ഷൻ ഡി, വേളിംഗ്. Option D, whirling is the right option. The tool or instrument used to measure or compare the component. Component measure ചെയ്യാനോ അല്ലെങ്കിൽ കമ്പയർ ചെയ്യാനോ യൂസ് ചെയ്യുന്ന ടൂൾ ഏതാണ്? മെഷീൻ, ഗേജ്, ഡിവൈസ്, none of these. Option B, gauge. If graduations on beam of a vernier caliper is marked at every half mm വന്നിട്ടുണ്ട്. പിന്നെ 10 divisions on the vernier scale are on a distance of 9.5 mm. Then the least count വരുന്ന ഓപ്ഷൻ വരുന്നത് 0.1 mm, 0.01 mm, 0.05 mm, 0.02 mm. ഇതിനകത്ത് ഏതാണ്? ഓപ്ഷൻ ബി, ലീസ്റ്റ് കൗണ്ട് വരുന്നത്. ഓക്കെ, ഇത് കൂടുതൽ ഡെപ്തിൽ പോകണം, കാരണം അതിന്റെ കാൽക്കുലേഷനും കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം നിങ്ങൾ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെന്ന് നിങ്ങൾ ഓർത്തിരുന്നാൽ മതി, കാരണം മെഷറിംഗിന്റെ ഏരിയയിലാണ് ഈ ക്വസ്റ്റ്യൻസ് മൊത്തം വരുന്നത്. ഓക്കെ, എ സൈൻ ബാർ ഈസ് യൂസ്ഡ് ടു മെഷർ സർഫസ് റഫ്നെസ്, ഗിയർ പ്രൊഫൈൽ, ഇന്റേണൽ ടാപ്പേഴ്സ്, എക്സ്റ്റേണൽ ടാപ്പേഴ്സ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത്? എക്സ്റ്റേണൽ ടാപ്പേഴ്സ് യൂസ് ചെയ്യാൻ മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് സൈൻ ബാർ. സൈൻ ബാറിന്റെ ക്വസ്റ്റ്യൻ നമ്മൾ ഓപ്പറേറ്ററിന്റെ അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. സൈൻ ബാറിന്റെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അപ്പം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതിനകത്ത് പോയി നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അങ്ങനെയാണ്. കാരണം ഈ ഒരു ക്ലാസ്സിൽ ജസ്റ്റ് ആ ക്വസ്റ്റ്യനും അതിന്റെ സൊല്യൂഷനും പറഞ്ഞു പോകാനുള്ള രീതിയിലാണ് ഞാൻ നോക്കുന്നത്. ഓക്കെ, എ സിംഗിൾ സിലിണ്ടർ എഞ്ചിൻ വിച്ച് ഹാസ് എ പവർ സ്റ്റോക്ക് ഇൻ എവറി റെവല്യൂഷൻ ഓഫ് ക്രാങ്ക് ഓപ്പറേറ്റ്സ് ഓൺ എ സൈക്കിൾ കോൾഡ്. അപ്പം ഒരു സിംഗിൾ സിലിണ്ടർ എഞ്ചിനാണ് വിച്ച് ഹാസ് എ പവർ സ്റ്റോക്ക് ഇൻ എവറി റെവല്യൂഷൻ ഓഫ് ക്രാങ്ക്. ക്രാങ്ക് ഒരു പ്രാവശ്യം കറങ്ങുന്ന സമയത്ത് തന്നെ ഒരു പവർ സ്റ്റോക്ക് ഉണ്ടാകുന്ന ടൈപ്പ് എഞ്ചിനാണ് സിംഗിൾ സ്ട്രോക്ക് എഞ്ചിൻ, 2 സ്ട്രോക്ക് എഞ്ചിൻ, 4 സ്ട്രോക്ക് എഞ്ചിൻ, 6 സ്ട്രോക്ക് എഞ്ചിൻ. അപ്പോൾ ഏതാണ്? ഓപ്ഷൻ ബി, 2 സ്ട്രോക്ക് എഞ്ചിൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, എക്സോസ്റ്റ് വാൾവ് ഓപ്പൺസ് ബിഫോർ TDC, ടോപ്പ് ഡെഡ് സെന്റർ, അറ്റ് TDC, അറ്റ് BDC, ബോട്ടം ഡെഡ് സെന്റർ BDC, അറ്റ് ബിഫോർ BDC. അപ്പോൾ ഏതിലാണ് എക്സോസ്റ്റ് വാൾവ് ഓപ്പൺസ്? അപ്പോൾ IC എഞ്ചിൻസിനകത്ത് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. എക്സോസ്റ്റ് വാൾവ് ഓപ്പൺ ആവുന്നത് എവിടെ നിന്നാണ്? ഓപ്ഷൻ ഡി, ബിഫോർ BDC. ബോട്ടം ഡെഡ് സെന്ററിൽ എത്തുന്നതിന് മുമ്പേ, പിസ്റ്റൺ ബോട്ടം ഡെഡ് സെന്ററിൽ എത്തുന്നതിന് മുമ്പേ എക്സോസ്റ്റ് വാൽവ് ഓപ്പൺ ആവും. ഓക്കെ, ചാർജ് ഈസ് അഡ്മിറ്റഡ് ഇൻ ടു സിലിണ്ടർ അറ്റ് DTC, ബിഫോർ TDC, ആഫ്റ്റർ TDC, അറ്റ് BDC. ഏതാണ് ചാർജ്? നമ്മൾ എന്താ പറയുക, എയർ ഫ്യൂൽ മിക്സ്ചർ ഒക്കെ ഇൻപുട്ട് ആയിട്ട് കൊടുക്കുന്നില്ലേ? അപ്പോൾ അത് എപ്പോഴാണ് കൊടുക്കുന്നത്? അറ്റ് TDC ടോപ്പ് ഡെഡ് സെന്ററിലാണോ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ ബി, ബിഫോർ TDC. അപ്പം ബിഫോർ BDC ആണ് എക്സോസ്റ്റ് വാൽവ് ഓപ്പൺ ആവുന്നത്. ചാർജ് അഡ്മിറ്റ് ചെയ്യുന്നത് ബിഫോർ TDC ആണ്. ഓക്കെ, ഇൻ ഡീസൽ എഞ്ചിൻസ് ദ ചാർജ് കംപ്രസസ് ഓഫ്. ഡീസൽ എഞ്ചിന്റെ അടുത്ത് ചാർജ് എന്ന് പറയുന്ന സംഭവം എന്താണ്? എയർ ഓൺലി, ഫ്യൂൽ ഓൺലി, എയർ ആൻഡ് ഫ്യൂൽ, എയർ ഫ്യൂൽ ആൻഡ് ഓയിൽ. അപ്പം ഏതാണ് ഡീസൽ എഞ്ചിന്റെ അകത്ത് വരുന്നത്? പെട്രോൾ എഞ്ചിന്റെ അകത്ത് എയർ ഫ്യൂൽ മിക്സ്ചർ ആണ്. അപ്പം ഡീസൽ എഞ്ചിന്റെ അകത്ത് വരുന്നത് എയർ ഓൺലി. പിന്നെ നമ്മൾ ഫ്യൂൽ ഇഞ്ചക്ട് ചെയ്യാം, ഫ്യൂൽ ഇഞ്ചക്ഷൻ. ഓക്കെ, ഫ്യൂൽ ഇഞ്ചക്ഷൻ നടക്കുന്നത് ഡീസൽ എഞ്ചിന്റെ അകത്ത്. ഓക്കെ, ഫാക്ടർ റെസ്പോൺസിബിൾ ഫോർ ഇഗ്നിഷൻ ഇൻ ഡീസൽ എഞ്ചിൻ ഈസ്. അപ്പോൾ ഇഗ്നിഷൻ നടക്കാൻ വേണ്ടില്ല അതിന്റെ ഫാക്ടേഴ്സ്, റെസ്പോൺസിബിൾ ആയുള്ള ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? ലിമിറ്റഡ് സക്ഷൻ, പ്രഷർ ഓഫ് ഇഞ്ചക്ഷൻ, ഹൈ കംപ്രഷൻ റേഷ്യോ, ഓൾ ഓഫ് ദി. അപ്പം ഏതാണ് കറക്റ്റ് ഓപ്ഷൻ? ഓപ്ഷൻ സി, ഹൈ കംപ്രഷൻ റേഷ്യോ. കംപ്രഷൻ റേഷ്യോ, കംപ്രഷൻ എഞ്ചിൻ എന്നാണ് നമ്മളിപ്പം പറയുന്നത് ഡീസൽ എഞ്ചിന്റെ അകത്ത് വരുന്നത്. അപ്പോൾ കൂടുതൽ കംപ്രഷൻ റേഷ്യോ ഉണ്ടാകുന്ന ഒരു എഞ്ചിനാണ് ഡീസൽ എഞ്ചിൻ. അപ്പോൾ അത്രയും എയർ കംപ്രസ് ചെയ്ത് അതിനകത്തേക്കാണ് നമ്മൾ ഫ്യൂൽ ഇഞ്ചക്ട് ചെയ്യുന്നത്. ഓക്കെ, എ 4 സ്ട്രോക്ക് പെട്രോൾ എഞ്ചിൻ തിയററ്റിക്കലി ഓപ്പറേറ്റ്സ് ഓൺ ബ്രൈറ്റൺ സൈക്കിൾ, ഓട്ടോ സൈക്കിൾ, ജൂൾ സൈക്കിൾ, ബെൽ-കോൾമൻ സൈക്കിൾ. ഓപ്ഷൻ ബി, ഓട്ടോ സൈക്കിൾ. 4 സ്ട്രോക്ക് പെട്രോൾ എഞ്ചിന്റെ ഓട്ടോ സൈക്കിൾ, ഡീസൽ എഞ്ചിന്റെ ഡീസൽ സൈക്കിൾ, പിന്നെ ബാക്കിയുള്ള ബ്രൈറ്റൺ സൈക്കിളൊക്കെ ഗ്യാസ് ടർബൈൻസിനൊക്കെ പവർ പ്ലാന്റിനകത്ത് വരുന്നതാണ്. ജൂൾ സൈക്കിളൊക്കെ അതിനകത്ത് വരും. ബെൽ-കോൾമൻ സൈക്കിൾ എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുക, റെഫ്രിജറേറ്ററിന്റെ അകത്ത് വരുന്നത് റിവേഴ്സ്ഡ് ബ്രൈറ്റൺ സൈക്കിൾ എന്നൊക്കെ പറയും. ഓക്കെ, അപ്പോൾ ഇതൊന്ന് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ട്, പക്ഷേ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോയുടെ ലെങ്ത്തും കാര്യങ്ങളൊക്കെ കൂടും. ജസ്റ്റ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ മനസ്സിലാക്കുക, അതിന്റെ ആൻസർ മനസ്സിലാക്കാം, അത്രേ ഉള്ളൂ ഇപ്പം ഈ ഒരു വീഡിയോയുടെ ഇന്റൻഷൻ. ദ ലിങ്ക് ബിറ്റ്വീൻ പിസ്റ്റൺ റോഡ് ആൻഡ് കണക്റ്റിംഗ് റോഡ് ഈസ് നോൺ ആസ്. അപ്പം ഈ പിസ്റ്റൺ റോഡും കണക്റ്റിംഗ് റോഡും കണക്ട് ചെയ്യുന്ന ആ സാധനം
എക്സെൻട്രിക്, ക്രോസ് ഹെഡ്, സ്റ്റഫിംഗ് ബോക്സ്, പിസ്റ്റൺ. ഏതാണ് ഓപ്ഷൻ സി ക്രോസ് ഹെഡ്. അതായത് ലിങ്ക് ബിറ്റ്വീൻ പിസ്റ്റൺ റോഡ് ആൻഡ് കണക്റ്റിംഗ് റോഡും പിസ്റ്റൺ റോഡും തമ്മിലുള്ള ആ ലിങ്ക് അതിനാണ് ക്രോസ് ഹെഡ് എന്ന് പറയുന്നത്. The reciprocating motion of the D-slide valve is obtained through. The reciprocating motion of a D-slide valve is obtained through eccentric, piston rod, valve rod. None of these. Option A, eccentric. Okay. The leakage of steam in a steam engine is prevented by. The leakage of steam in a steam engine is prevented by. Steam. The leakage of steam in a steam engine is prevented by steam chest, ports, slide valves, stuffing box. അപ്പം ഈ സ്റ്റീം എഞ്ചിൻ്റെ അകത്തുനിന്ന് എങ്ങനെയാണ് സ്റ്റീമിൻ്റെ ലീക്കേജ് എന്താ പറയുക പ്രിവെൻറ്റ് ചെയ്തതെന്ന് അങ്ങനെയാണ് ചോദിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ ഡി സ്റ്റഫിംഗ് ബോക്സ് വെച്ചിട്ടാണ് അതിൻ്റെ അകത്ത് ലീക്കേജ് ഓഫ് സ്റ്റീം പ്രിവെൻറ്റ് ചെയ്തത്. ഓക്കെ, ലീക്കേജ് ഓഫ് സ്റ്റീം പ്രിവെൻറ്റഡ് ബൈ stuffing box in a steam engine. In a steam engine, the valve rod is connected to the eccentric by knuckle joint, cotter joint, turnbuckle coupling. അപ്പോൾ ഏതാണ് അതിൻ്റെ അകത്ത് സ്റ്റീം എഞ്ചിൻ്റെ അകത്ത് വാൾവ് റോഡ് കണക്ട് ചെയ്ത് എക്സെൻട്രിക് ആയിട്ട് വാൾവ് റോഡ് കണക്ട് ചെയ്ത് എന്ത് വഴിയാണ്? എന്ത് ജോയിന്റ് ആണ് അവിടെ ഉള്ളത്? ഓക്കെ, ഓപ്ഷൻ എ നക്കിൾ ജോയിന്റ്. ഓക്കെ, ഈ നക്കിൾ ജോയിന്റ് ഒക്കെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് ഇപ്പം നമ്മൾ നോക്കിയതിനകത്ത് ഒരു 5-6 ക്വസ്റ്റ്യൻ അടുപ്പിച്ച് വരുന്നത് ഐസി എഞ്ചിൻസിൻ്റെ അകത്താണ്. അപ്പോൾ ഓരോ സെക്ഷനായിട്ട് നമുക്ക് കമ്പയർ ചെയ്ത് പോവാം. അപ്പോൾ എത്രത്തോളം ക്വസ്റ്റ്യൻസ് ഐസി എഞ്ചിൻസ് വന്നു നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ആ ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. ഓക്കെ, നമ്മളൊരു എക്സാം പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഏത് ഭാഗത്താണ് കൂടുതൽ ക്വസ്റ്റ്യൻ വരുന്നത് നമുക്കൊരു ഐഡിയ കിട്ടണം. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ പാർട്ട് ഓഫ് സ്റ്റീം എഞ്ചിൻ? സ്റ്റീം എഞ്ചിൻ്റെ പാർട്ട് അല്ലാത്ത ക്രാങ്ക്, കാം ഷാഫ്റ്റ്, പിസ്റ്റൺ, വാൽവ്. അപ്പോൾ സ്റ്റീം എഞ്ചിൻ്റെ ഭാഗം അല്ലാത്ത ഏതാണ്? ഓപ്ഷൻ ബി ക്യാം ഷാഫ്റ്റും കാര്യങ്ങളൊക്കെ ഐസി എഞ്ചിൻ്റെ അകത്ത് വരുന്ന സ്റ്റീം എഞ്ചിൻ്റെ അകത്ത് വരുന്ന കാര്യങ്ങൾ ക്യാം ഷാഫ്റ്റിൻ്റെ അകത്ത് വരുന്നില്ല. ഓക്കെ, ദ പോർഷൻ ഓഫ് the shaft supported by bearing is called. The portion of shaft supported by the bearing is called journal, guide, cap, bush. ഏതാ നമ്മുടെ ഷാഫ്റ്റ് ബിയറിങ്ങിൻ്റെ അകത്ത് നമുക്കറിയാം ഒരു ഷാഫ്റ്റ് കണക്ട് ചെയ്ത് രണ്ട് ബിയറിങ്ങിൻ്റെ അകത്തായിരിക്കും. ഈ ബിയറിംഗ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്തുള്ള ലോഡ് സപ്പോർട്ട് ചെയ്യാനും അതിനകത്ത് കുറേ ബോൾ ബിയറിംഗ് ഉണ്ട്, ജേണൽ ബിയറിംഗ് ഉണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്, ഹൈഡ്രോളിക് ബിയറിംഗ് കാര്യങ്ങളൊക്കെ. അപ്പോൾ ആ ഷാഫ്റ്റ് ആയിട്ട് റൊട്ടേറ്റ് ചെയ്യുന്ന സാധനമാണ് ഷാഫ്റ്റ്. ആ ഷാഫ്റ്റിന് റൊട്ടേഷൻ സ്മൂത്ത് ആക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സാധനമാണ് ബിയറിംഗ്. രണ്ട് ജോയിൻ്റിനകത്ത് ബിയറിംഗ്, അതുപോലെ തന്നെ ലോഡ് കയറി ചെയ്യാനൊക്കെ ഈ ബിയറിംഗ് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഓപ്ഷൻ എ ജേണൽ എന്ന് പറയും. ജേണൽ ബിയറിംഗ് തന്നെ പറയുന്നുണ്ട് ബിയറിംഗിനകത്ത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ഷാഫ്റ്റ് ഈസ് വെർട്ടിക്കൽ ആൻഡ് ടെർമിനേറ്റ്സ് ഇൻ ദ ബിയറിംഗ് ഈസ് നെയ്മഡ് ആസ്. The shaft is vertical and terminates in the bearing is named as bushed bearing, collar bearing, plumber bearing, pivoted bearing. ഏതാണ്? ഓപ്ഷൻ ഡി pivoted bearing. അതായത് the shaft is vertical then and terminates the bearing is named as. അപ്പോൾ ഇതൊക്കെ ഒരു അതിൻ്റെ എക്സ്പ്ലനേഷൻ ആയിരിക്കും. എനിക്ക് എന്താ പറയുക ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടിട്ട് കുറച്ച് എന്താ പറയുക ആ ക്വസ്റ്റ്യൻ തന്നെ ഒരു ക്ലാരിറ്റി ഇല്ലാത്ത പോലെ തോന്നുന്നുണ്ട്. അപ്പോൾ ചില ക്വസ്റ്റ്യൻസ് അങ്ങനെയാണ്, നമുക്ക് എന്താ പറയുക കുറേ കാര്യങ്ങൾ നമ്മൾ അസ്യൂം ചെയ്യേണ്ടി വരും. അപ്പോൾ എന്താണ് ഷാഫ്റ്റ് വെർട്ടിക്കൽ ഷാഫ്റ്റ് വെർട്ടിക്കൽ ആണ്. ദ ടെർമിനേറ്റ്സ് ദ ബിയറിംഗ് ഇസ് നെയ്മഡ് ആസ് ടെർമിനേറ്റ് ഇൻ ദ ബിയറിംഗ്. പിവറ്റഡ് ബിയറിംഗ് ആണ്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ ഡി ആണ് എൻ്റെ ഓപ്ഷൻ കറക്റ്റ് ആയിട്ട് വന്നത്. ദ റോളിംഗ് കോൺടാക്ട് ബിയറിംഗ് ആർ ഓൾസോ കോൾഡ് പിവറ്റഡ് ബിയറിംഗ്, ഗൈഡഡ് ബിയറിംഗ്, ആന്റി ഫ്രിക്ഷൻ ബിയറിംഗ്, ബുഷ്ഡ് ബിയറിംഗ്. അപ്പോൾ റോളിംഗ് കോൺടാക്ട് ബിയറിംഗ് ഓൾസോ കോൾഡ് ആസ് ആന്റി ഫ്രിക്ഷൻ ബിയറിംഗ്. ഈ ക്വസ്റ്റ്യൻ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അതായത് നമ്മൾ ബാക്കിയുള്ള SSC എക്സാമിനും ഗേറ്റ് എക്സാമിനൊക്കെ ചോദിച്ചു വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ആന്റി ഫ്രിക്ഷൻ ബിയറിംഗ്, റോളിംഗ് കോൺടാക്ട് ബിയറിംഗ്, RCB എന്ന് പറയും. RCB റോളിംഗ് കോൺടാക്ട് ബിയറിംഗ്. ഓക്കെ, അതുപോലെ തന്നെ ഹൈഡ്രോസ്റ്റാറ്റിക് ബിയറിംഗ് ഉണ്ട്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബിയറിംഗ്സ് ഉണ്ട്. ഓക്കെ, അതൊക്കെ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ട് വരുന്നതാണ്. പക്ഷേ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് കൂടുതൽ ചോദിക്കുന്നത്. വിച്ച് ടൈപ്പ് ഓഫ് ദ ബെൽറ്റ് ഡ്രൈവ് യു വിൽ പ്രൊവൈഡ് ഫോർ കണക്ടിങ് ടു ഷാഫ്റ്റ് ദോസ് whose axes are at right angle to each other. അപ്പോൾ രണ്ട് ഷാഫ്റ്റ് ഉണ്ട്, അതിൻ്റെ ആക്സിസ് രണ്ടും പെർപെൻഡിക്കുലർ ഡിഗ്രി, അതായത് 90 ഡിഗ്രി ആണ്. അപ്പോൾ ഏത് ടൈപ്പ് ബെൽറ്റ് ഡ്രൈവ് ആണ് നമ്മൾ അവിടെ പ്രിഫർ ചെയ്യാനാണ് ചോദിക്കുന്നത്. അപ്പോൾ അതിനകത്ത് വരുന്നത് ഓപ്പൺ ബെൽറ്റ് ഡ്രൈവ് ഉണ്ട്, ക്വാർട്ടർ ടേൺ ബെൽറ്റ് ഡ്രൈവ് ഉണ്ട്, ക്രോസ് ബെൽറ്റ് ഡ്രൈവ് ഉണ്ട്, നൺ ഓഫ് ദീസ്. അപ്പോൾ ഏതാണ്? ഓപ്ഷൻ ബി ആണ് റൈറ്റ് ഓപ്ഷൻ. ഓക്കെ, the ratio of the speed of the driven pulley to the speed of the driver pulley is defined as. Ratio of the speed of the driver pulley driven pulley to the driver pulley. അതിനെന്താണ് പറയുന്നത്? driven pulley to the driver pulley. സ്പീഡാണ് n driven divided by n driver. ഓക്കെ, അതിനെ പറയുന്നത്
defined as the slip ratio, creep ratio, the velocity ratio, none of these. അപ്പോൾ ഏതാണ് ഓപ്ഷൻ സി വെലോസിറ്റി റേഷ്യോ. അപ്പോൾ സ്പീഡ് ഓഫ് ഡ്രിവൺ ഡിവൈഡ് ബൈ സ്പീഡ് ഓഫ് ഡ്രൈവർ എന്ന് പറഞ്ഞാൽ വെലോസിറ്റി റേഷ്യോ. അപ്പോൾ അതിന്റെ വെലോസിറ്റി ഇതാണ്, അതിന്റെ സ്പീഡ് എത്രയാണെന്നുള്ളത് ആണ് നോക്കുന്നത്. ഓക്കെ, ഡ്യൂ ടു സ്ലിപ്പ് ദ ബെൽറ്റ് due to the slip of the belt, the velocity ratio of the drive, velocity ratio എന്താവും, ഡിക്രീസ് ചെയ്യോ ഇൻക്രീസ് ചെയ്യോ യൂണിഫോം ആണോ, ഡസ് നോട്ട് ചേഞ്ച്. അപ്പോൾ ഏതാണ് ഓപ്ഷൻ എ ഡിക്രീസസ്. ആ വെലോസിറ്റി റേഷ്യോ കുറയും. ആ സ്ലിപ്പ് എന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ എന്താ പറയുക പ്രോപ്പർ ആയിട്ടുള്ള ഔട്ട്പുട്ട് കിട്ടാതെ ആവുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ സ്ലിപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, വിച്ച് വൺ ഓഫ് ദ ഈസ് എ പോസിറ്റീവ് ഡ്രൈവ്. പോസിറ്റീവ് ഡ്രൈവ് റോപ്പ് ഡ്രൈവ്, വി ബെൽ ഡ്രൈവ്, ക്രോസ് ബെൽ ഡ്രൈവ്, ചെയിൻ ഡ്രൈവ്. അപ്പോൾ നമുക്ക് എന്താണ് പോസിറ്റീവ് ഡ്രൈവ് എന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ അറിയേണ്ടി വരും. പക്ഷേ ഇവിടുത്തെ ജസ്റ്റ് ഓപ്ഷൻ മാത്രം നോക്കുക. ഓപ്ഷൻ ഡി ചെയിൻ ഡ്രൈവ്. ഓക്കെ, ഓപ്ഷൻ ഡി ചെയിൻ ഡ്രൈവ് ആണ് കറക്റ്റ് ഓപ്ഷൻ ആയിട്ട് വന്നത്. which one is a positive drive, chain drive. ഓക്കെ, അതായത് വേറെ കാര്യമൊന്നും ആലോചിക്കണ്ട, സ്ലിപ്പ് ഇല്ലാത്ത ഇത് ചെയിൻ ഡ്രൈവ്. നമുക്കറിയാം ചെയിൻ സൈക്കിളിന്റെ സ്പ്രോക്കറ്റും ചെയിനും കണ്ടില്ല, അതിൻ്റെ അകത്ത് ആ പല്ലും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അതിൻ്റെ അകത്ത് സ്ലിപ്പ് ഉണ്ടാവുന്നില്ല. നേരെ മറിച്ച് ബാക്കിയില്ല റോപ്പിനകത്ത് അങ്ങനെ വി ബെൽറ്റിനാണെങ്കിലും ക്രോസ് ബെൽറ്റിനകത്താണെങ്കിലും ഒക്കെ സ്ലിപ്പേജ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അതാണ് പോസിറ്റീവ് ഡ്രൈവ് എന്ന് പറയുന്നത്. പിന്നെ അടുത്തത് ദ സൈസ് ഓഫ് എ ക്യാം ഡിപ്പെൻഡ്സ് ഓൺ സൈസ് ഓഫ് എ ക്യാം. അപ്പോൾ ഇപ്പോഴും നമ്മുടെ ഐസി എഞ്ചിൻസിന്റെ ആ ഒരു ഇത് കഴിഞ്ഞിട്ടില്ല, ക്യാം ഒക്കെ തന്നെയാണ് ഇപ്പോഴും കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കൂടുതൽ ഏരിയയും ക്വസ്റ്റ്യൻസ് വരുന്ന ഐസി എഞ്ചിൻസിനകത്ത് വരുന്നുണ്ട്. ഓക്കെ, ദ മെട്രോളജിന്റെ അകത്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് വന്നു, അതായത് മെഷറിംഗ് ഡിവൈസസിന്റെ അകത്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് വന്നു ഓൾറെഡി. ദ സൈസ് ഓഫ് എ ക്യാം ഡിപ്പെൻഡ്സ് ഓൺ ബേസ് സർക്കിൾ, പ്രൈം സർക്കിൾ, പിച്ച് കർവ്. അപ്പോൾ ഏതാണ് ഓപ്ഷൻ എ ബേസ് സർക്കിൾ. എ റേഡിയൽ ഫോളോവർ ഈസ് 1. ക്യാമും ഫോളോവർ ആണത്, ക്യാമും ഫോളോവറിനകത്തുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ റേഡിയൽ ഫോളോവർ ഈസ് 1, that rotates, that oscillates, that reciprocates in a guide, none of the above. അപ്പം ഏതാണ് റേഡിയൽ ഫോളോവർ എന്നുള്ളത്? റേഡിയൽ ഫോളോവർ ഉണ്ട്, എന്താ പറയുക നൈഫ് എഡ്ജ് ഫോളോവർ, അങ്ങനെ കുറേ ഒരുപാട് ഫോളോവേഴ്സും കാര്യങ്ങളൊക്കെ പഠിക്കുന്നുണ്ട്. അതായത് ക്യാം ഒരെണ്ണം ക്യാം ആണെങ്കിൽ ക്യാം എങ്ങനെ ഉണ്ടാവാം അല്ലെ, ക്യാം ഒരു സ്ഥലത്ത് ഉണ്ടാവും. അപ്പോൾ ഇതിന്റെ ഫോളോവർ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇപ്പം റേഡിയൽ ഫോളോവർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക, അതായത് റൊട്ടേറ്റ് ചെയ്യുന്ന സാധനമായിരിക്കും അധികം ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ 24 ദാറ്റ് റെസിപ്രോക്കേറ്റ് ഇൻ ദ ഗൈഡ്. ഇവിടെ ഒരു റേഡിയൽ ഷേപ്പ് ആണെങ്കിലും പക്ഷെ ഇത് സാധനം എങ്ങനെയാ ശരി മോഷൻ ഉണ്ടാവുക, ഇത് കറങ്ങുന്ന സമയത്ത് ഇതാണ് ക്യാം അല്ലെ, ക്യാം ഇത് ഫോളോവർ. അപ്പോൾ ഈ ക്യാം റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിന്റെ മോഷൻ എങ്ങനെയായിരിക്കും, മുകളിലോട്ടും താഴോട്ടായിരിക്കും. അത് ഏത് എന്താ പറയുക ഫോളോവർ എടുത്തു കഴിഞ്ഞാലും റെസിപ്രോക്കേറ്റിംഗ് മോഷൻ ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ റേഡിയൽ ഫോളോവർ ഈസ് 1 ദാറ്റ് റൊട്ടേറ്റ്സ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്തത്. അപ്പോൾ ഈ ഒരു എൻഡിൽ എന്താ പറയാ ഒരു വീല് പോലത്തെ സാധനമായിരിക്കും ഉണ്ടാവും. പക്ഷേ ഇതിന്റെ മോഷൻ എന്ന് പറഞ്ഞാൽ വെർട്ടിക്കലി മുകളിലോട്ടും താഴോട്ടായിരിക്കും, റെസിപ്രോക്കേറ്റിംഗ് മോഷൻ. അതിപ്പോൾ ഏത് ഫോളോവർ ആണ്, നൈഫ് എഡ്ജ് ആണെങ്കിലും നൈഫ് എഡ്ജ് ഫോളോവർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാവും, നൈഫ് എഡ്ജ് ഫോളോവറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇതാണെങ്കിലും ഇതിന്റെ മോഷൻ മുകളിലോട്ടും താഴോട്ടും റെസിപ്രോക്കേറ്റിംഗ് മോഷൻ ആയിരിക്കും ഉണ്ടാവും. ഓക്കെ, ദ ക്യാം ഫോളോവർ എക്സ്റ്റെൻസീവ്ലി യൂസ്ഡ് ഇൻ എയർക്രാഫ്റ്റ് എഞ്ചിനകത്ത് യൂസ് ചെയ്യുന്ന ഫോളോവറും ക്യാം ഫോളോവർ ഏതാണെന്ന് ചോദിച്ചു. ഓക്കെ, എക്സ്റ്റെൻസീവ് യൂസ് ഇൻ എയർക്രാഫ്റ്റ് എഞ്ചിനകത്ത് യൂസ് ചെയ്യുന്ന ഫോളോവർ ഏതാണെന്ന് വെച്ചാൽ നൈഫ് എഡ്ജ് ഫോളോവർ ഉണ്ട്, ഫ്ലാറ്റ് ഫേസ്ഡ് ഫോളോവർ ഉണ്ട്, സ്പെരിക്കൽ ഫോളോവർ ഉണ്ട്, റോളർ ഫോളോവർ. ഇതിനകത്ത് യൂസ് ചെയ്യുന്നത് റോളർ ഫോളോവർ, ഞാൻ ഈ പറഞ്ഞ സാധനം റോളർ ഫോളോവർ. ഓക്കെ, ഇൻ എ റേഡിയൽ ക്യാം ദ ഫോളോവർ മൂവ്സ്. അപ്പോൾ റേഡിയൽ ക്യാമിന്റെ അകത്ത് ഫോളോവറിന്റെ മൂവ്മെന്റ് എങ്ങനെയാണ്? അപ്പോൾ ഇതിനല്ലേ നേരത്തെ മുകളിൽ ചോദിച്ച ക്വസ്റ്റ്യൻ. ഓക്കെ, ഇൻ ദ ഡയറക്ഷൻ പെർപെൻഡിക്കുലർ ടു ദ ക്യാം ആക്സിസ്, ഇൻ ദ ഡയറക്ഷൻ ടു ദ ക്യാം ആക്സിസ്, അലോങ് ദ ക്യാം ആക്സിസ്, എനി ഡയറക്ഷൻ ഇറസ്പെക്റ്റീവ് ഓഫ് ക്യാം ആക്സിസ്. അപ്പോൾ ഏതാണ് ഓപ്ഷൻ എ ഇൻ ദ ഡയറക്ഷൻ പെർപെൻഡിക്കുലർ ടു ദ ക്യാം ആക്സിസ്. അപ്പോൾ ക്യാം ആക്സിസ് ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ അതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ആക്സിസിലായിരിക്കും ഉണ്ടാവുക. ഓക്കെ, ഈ രണ്ട് ക്വസ്റ്റ്യൻ തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾ മനസ്സിലായി. ദ റേഡിയൽ ഫോളോവർ ഈസ് 1 ദാറ്റ് റെസിപ്രോക്കേറ്റ് ഇൻ ദ ഗൈഡ് ലൈൻസ്. അപ്പോൾ ആ ഗൈഡ് വൈസിനകത്ത് കൂടെ റെസിപ്രോക്കേറ്റ്. ഇപ്പോൾ ഗൈഡ് വൈസ് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് രണ്ട് എന്താ പറയാ റെസ്ട്രിക്ഷൻസ് ഉണ്ടാവും. ഈ റെസ്ട്രിക്ഷൻ്റെ ഉള്ളിൽ കൂടെ മുകളോട്ട് താഴോട്ട് മാത്രമാണ് പോവുക. ഓക്കെ, അതുപോലെ തന്നെ ഇതാണ് ക്യാമിന്റെ ആക്സിസ് എങ്കിൽ ഈ ക്യാമിന്റെ ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും ഈ ഇതിന്റെ റെസിപ്രോക്കേറ്റിംഗ് ആക്സിസ്. ഓക്കെ, ഐഡന്റിഫൈ ദ ഡിവൈസ് വിച്ച് റൊട്ടേറ്റ്സ്, ഹോൾഡ്സ് ആൻഡ് സപ്പോർട്ട്സ് എ വർക്ക്. അപ്പം വിച്ച് ലൊക്കേറ്റ്സ്, ഹോൾഡ്, സപ്പോർട്ട്സ് എ വർക്ക്. അപ്പം ഇതിൻ്റെ അത് ജിഗും ഫിക്സ്ചറും വൈസും നമ്മൾ കുറച്ച് ഡിഫറൻസ് കാര്യങ്ങളും അതെന്താ ഞാൻ ഒരു ക്ലാസ് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാറുണ്ട്. ഓക്കെ, ജിഗും ഫിക്സ്ചറും വൈസും തമ്മിലുള്ള വ്യത്യാസം എന്താണ് ജസ്റ്റ് ആലോചിച്ചിരിക്കുക. ഇതിൻ്റെ അകത്ത് ടൂൾ ഗൈഡൻസും കൂടി ഉണ്ടെങ്കിൽ അതിനെ ജിഗ് എന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ 27 ഓപ്ഷൻ സി ഫിക്സ്ചർ. ഐഡന്റിഫൈ ദ ഡിവൈസ് വിച്ച് ലൊക്കേറ്റ്സ്, ഹോൾഡ് ആൻഡ് സപ്പോർട്ട് ദ വർക്ക്. സപ്പോർട്ടിനെ വർക്കിന്റെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്, ലൊക്കേറ്റ് ചെയ്യുന്നുണ്ട്, ഹോൾഡ് ചെയ്യുന്നുണ്ട്, സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അതിനെ ഫിക്സ്ചർ ആണ്. നേരെ മറിച്ച് അതിൻ്റെ അകത്ത് ടൂൾ ഗൈഡൻസും കൂടി ഉണ്ടെങ്കിൽ അതിനെ ജിഗ് എന്ന് പറയും. ഓക്കെ, ജിഗ് എന്ന് പറഞ്ഞാൽ ജിഗ് ഈക്വൽ ടു ഫിക്സ്ചർ പ്ലസ്
അതായത് ഫിക്സറിന്റെ എല്ലാ ഫോർമാറ്റും, അതായത് ലൊക്കേറ്റ് ചെയ്യുന്നുണ്ട്, ഹോൾഡ് ചെയ്യുന്നുണ്ട്, സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, പ്ലസ് ടൂൾ ഗൈഡൻസ്. അങ്ങനെയാകുമ്പോൾ അത് ജിഗ് ആവും. ഓക്കെ, അപ്പോൾ ജിഗും ഫിക്സറും നമ്മൾ ഡിഫറൻസ് മനസ്സിലായി. ജിഗ് ഒന്നുകൂടി അഡ്വാൻസ്ഡ് വേർഷൻ ആണ്, അതായത് ഫിക്സറിനെക്കാട്ടും കൂടുതൽ, അതായത് ടൂളിനെ ഒന്ന് ഗൈഡ് ചെയ്യുന്നു. അപ്പം എന്താ പറയുക, നമുക്കൊരു ഹോളൊക്കെ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ആ ഹോൾ ഉണ്ടാക്കണമെങ്കിൽ ഈ ഒരു ഡ്രില്ലിംഗ് ടൂൾ ഉണ്ടാവും അല്ലേ, ആ ഡ്രില്ലിംഗ് ടൂള് ഇതിനകത്തേക്ക് ഗൈഡ് ചെയ്യുന്ന ഒരു സാധനം കൂടി ഉണ്ടാവും. ആ ഗൈഡ് ചെയ്യുന്ന സാധനത്തിനും കൂടിയാണ് ജിഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഫിക്സറിന്റെ കൂടെ തന്നെ. Okay, the device which holds positions and position and work and guiding the tool. Okay, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ എന്താ ചെയ്യുന്നത്? അപ്പോൾ നമ്മുടെ ഫിക്സറിന്റെ എല്ലാ പ്രോപ്പർട്ടീസും ഹോൾഡ് ചെയ്യുന്നുണ്ട്, പൊസിഷൻ ചെയ്യുന്നത്, വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആണ്, ഞാൻ ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ക്ലാസ് എടുക്കുന്ന സമയത്താണെങ്കിലും എവിടെയാണെങ്കിലും ഞാൻ ഒരുപാട് തവണ പറഞ്ഞൊരു ക്വസ്റ്റ്യൻ ആണ് ഈ ജിഗും ഫിക്സറും തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ, ആ ജിഗിന്റെ അകത്ത് വരുന്നത് അഡീഷണൽ ഫിക്സറിനെക്കാട്ടും ടൂൾ ഗൈഡൻസ് കൂടി അഡ്വാൻസ്ഡ് ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, അത് തന്നെയാണ് അടുത്ത ക്വസ്റ്റ്യൻ ആയിട്ട് വന്നത്. ഡിവൈസ് വിച്ച് ഹോൾഡ് പൊസിഷൻ ആൻഡ് വർക്ക് ആൻഡ് ഗൈഡ്സ് ദ ടൂൾ. അങ്ങനെ ആകുമ്പോൾ അതിന്റെ ഓപ്ഷൻ എന്തായാലും ഓപ്ഷൻ ബി ജിഗ്. 28 ഓപ്ഷൻ ബി ജിഗ്. 29 the device used for connecting two shaft together for transmitting power. അപ്പം രണ്ട് ഷാഫ്റ്റ് കണക്ട് ചെയ്യുന്നത് ഗിയർ ആണോ, ബെൽറ്റ് ആണോ, കപ്ലിംഗ് ആണോ, ഓൾ ഓഫ് ദി അബവ്. 29 സി കപ്ലിംഗ് ഉപയോഗിച്ചിട്ടാണ് രണ്ട് ഷാഫ്റ്റ്, അതായത് ഇപ്പം എന്താ പറയുക, ഓൾഡ് ഹാൻഡ് കപ്ലിംഗും പല ടൈപ്പ് കപ്ലിംഗ് ഉണ്ടാവും. കപ്ലിംഗ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ രണ്ട് ഷാഫ്റ്റ് കണക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ റൊട്ടേറ്റിംഗ് പാർട്ടുകൾ കണക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സാധനമാണ് കപ്ലിംഗ്. ഇഫ് ദ ആക്സസ് ഓഫ് ദ ടു ഷാഫ്റ്റ് ആർ നോട്ട് കോളിനിയർ വി യൂസ് ടു കണക്ട് ദം ബൈ മഫ് കപ്ലിംഗ്, ഫ്ലാഞ്ച് കപ്ലിംഗ്, കംപ്രഷൻ കപ്ലിംഗ്, ഫ്ലെക്സിബിൾ കപ്ലിംഗ്. അപ്പൊ രണ്ടെണ്ണത്തിന്റെ ആക്സിസ് കൊളീനിയർ അല്ല. ഒരു ഷാഫ്റ്റ് ഉണ്ട്, ഈ ഷാഫ്റ്റ് ഉണ്ട്, അടുത്ത ഷാഫ്റ്റ് കുറച്ച് മാറിയിട്ടാണുള്ളത്. അതായത് ഇതിന്റെ ഇതേ നേരെയല്ല ഉള്ളത്, കുറച്ചുകൂടി മാറിയിട്ട് അതിന്റെ ഒരു ആക്സിസിനകത്ത് മാറിയിട്ടാണ്. അപ്പൊ ഏത് കപ്ലിംഗ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ഓക്കെ, 30 ഡി ഫ്ലെക്സിബിൾ കപ്ലിംഗ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് രണ്ടും കൂടി കണക്ട് ചെയ്യുന്ന രീതിയിൽ ഒരു ഫ്ലെക്സിബിൾ കപ്ലിംഗ്. അപ്പോൾ രണ്ടും കൂടി കണക്ട് ചെയ്താലും അത് ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന പോലത്തെ കപ്ലിംഗ് ആണ് ഫ്ലെക്സിബിൾ കപ്ലിംഗ്. ഓക്കെ, സ്പോട്ട് ദ ഓഡ് വൺ ഔട്ട്. മഫ് കപ്ലിംഗ്, ഫ്ലാഞ്ച് കപ്ലിംഗ്, പിൻ കപ്ലിംഗ്, സ്പ്ലിറ്റ് കപ്ലിംഗ്. അപ്പോൾ ഏതാണ്? ഓപ്ഷൻ സി പിൻ കപ്ലിംഗ്. ഓക്കെ, in a flange coupling the weakest element should be ഏതാണ്? കീ, ബോൾട്ട്, ഫ്ലാഞ്ച്, ഷാഫ്റ്റ്. അപ്പൊ ഏതായിരിക്കും ഫ്ലാഞ്ച് കപ്ലിംഗിനകത്ത് ഏറ്റവും വീക്കസ്റ്റ് എലമെന്റ് എന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ എ കീ. ഓക്കെ, ഐഡന്റിഫൈ ആൻഡ് എഡിറ്റ് കമാൻഡ്. ഐഡന്റിഫൈ ആൻഡ് എഡിറ്റ് കമാൻഡ്. ഓക്കെ, ഇത് കമ്പ്യൂട്ടർ സയൻസിനകത്തേക്ക് വന്നു. അപ്പോൾ കുറച്ചുകൂടി ജനറൽ നോളജിനകത്തേക്ക് കുറച്ചുകൂടി. അപ്പോൾ നമ്മളെ മെക്കാനിക്കൽ പോർഷനിൽ അപ്പോൾ ജസ്റ്റ് ക്വസ്റ്റ്യൻ വായിക്കാൻ ആൻസർ ചെയ്ത് പോകാം. ഓക്കെ, ഐഡന്റിഫൈ ആൻഡ് എഡിറ്റ് കമാൻഡ്. എഡിറ്റ് കമാൻഡ് എന്താ? ലൈൻ, കോപ്പി, ഹാച്ചിങ്, ആർക്ക്. അപ്പോൾ ഏതാണ്? 33 ബി കോപ്പി. A series of small dots arranged in a row across a screen. അപ്പോൾ സ്മോൾ ഡോട്ട് arranged in a row across a screen. അപ്പോൾ ലിമിറ്റ്, സ്കെയിൽ, യൂണിറ്റ്, ഗ്രിഡ്. അപ്പോൾ ഇത് നമ്മുടെ ക്യാമിൻ്റെ അകത്ത് വരുന്നുണ്ട്, CAD-ൻ്റെ അകത്തൊക്കെ വരുന്നുണ്ട്, കമ്പ്യൂട്ടർ എയ്ഡഡ് മാനുഫാക്ചറിംഗ്, കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈൻ്റെ അകത്തൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പം എന്താണ്? 24 ഓപ്ഷൻ ഡി ഗ്രിഡ്. ഗ്രിഡ് എന്ന് പറയുമ്പോൾ സീരീസ് ഓഫ് സ്മോൾ ഡോട്ട് നമുക്ക് ഇങ്ങനെ അറിയാം, എന്താ പറയുക, ഓട്ടോകാഡിൻ്റെ ഒക്കെ സ്ക്രീൻ തുറന്നു കഴിഞ്ഞാൽ ഇങ്ങനെ കുറേ ഡോട്ടുകൾ ഉണ്ടാകും. അതെന്താണെന്ന് പറയുന്നത്? അത് ഗ്രിഡ് എന്ന് പറയും. ഓക്കെ, സർക്കിൾ ക്യാൻ ബി ഡ്രോൺ യൂസിങ് എ മെത്തേഡ് ഓഫ് 3 point മെത്തേഡ്, 2 point മെത്തേഡ്, ടാൻജന്റ് ടു 2 സർക്കിൾ, ഓൾ ഓഫ് ദി. അപ്പം ഏത് മെത്തേഡ് വെച്ചിട്ടാണ് നമ്മൾ സർക്കിൾസ് യൂസ് ചെയ്യുന്നത്, വരയ്ക്കുന്നത് നമ്മുടെ ഓട്ടോകാഡിനകത്ത്? അപ്പം അത് ആലോചിച്ചാൽ മതി. 35 ഡി ഓൾ ഓഫ് ദി. അപ്പോൾ ഈ എല്ലാ മെത്തേഡ് വെച്ചിട്ട് നമുക്ക് സർക്കിൾ വരയ്ക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതിന്റെ റേഡിയസും കാര്യങ്ങളൊക്കെ കൊടുക്കുക, അല്ലെങ്കിൽ ടാൻജന്റ് കൊടുക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് നമ്മൾ വരച്ചിട്ടുണ്ടാവും. ഇല്ലെങ്കിൽ ജസ്റ്റ് പറഞ്ഞിരിക്കുക, 3 മെത്തേഡ് വെച്ചിട്ട് നമുക്ക് സർക്കിൾസ് വരയ്ക്കാൻ പറ്റും. ദ ഓപ്ഷൻസ് ഫോർ ഡ്രോയിങ് എ ലൈൻ ആർ. ഒരു ലൈൻ വരയ്ക്കുന്നത് അതിന്റെ ഓപ്ഷൻസ് വരയ്ക്കുക: ആബ്സല്യൂട്ട് കോർഡിനേറ്റ് സിസ്റ്റം, റിലേറ്റീവ് കോർഡിനേറ്റ് സിസ്റ്റം, പോളാർ കോർഡിനേറ്റ് സിസ്റ്റം. അപ്പം ലൈൻ വരയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സാധനം അപ്പം ഓൾ ഓഫ് ദി അബവ് പറയുന്നുണ്ട്. 36 ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി അബവ്. പോളാർ കോർഡിനേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താ പറയുക, നമ്മുടെ സർക്കുലർ റീഡിംഗ് ഒക്കെ അല്ലേ, തീറ്റ, റേഡിയസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നതാണ് പോളാറിനകത്ത്. റിലേറ്റീവ് കോർഡിനേറ്റ് സിസ്റ്റം, ആബ്സല്യൂട്ട് കോർഡിനേറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു മെഷറിംഗ് ചെയ്യുന്ന മെത്തേഡ്. അതായത് ഒറിജിൻ്റെ അകത്ത് മെഷർ ചെയ്യുകയാണെങ്കിൽ അതിനെ ആബ്സല്യൂട്ട് എന്ന് പറയും. റിലേറ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഒരു നിന്ന പോയിന്റിന്റെ അത് അടുത്ത് വരയ്ക്കും. ജസ്റ്റ് ഒറ്റ കാര്യം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇത് ഒറിജിൻ പോയിന്റ് 0 0. ഓക്കെ, ഇവിടെ നിന്നാണ് ഒരു പോയിന്റ് പി വരയ്ക്കേണ്ടത് വിചാരിക്കാം. അപ്പോൾ ഇതിന്റെ അത് ഡിസ്റ്റൻസ് ഇങ്ങനെ എടുക്കും. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് ഒരു ക്യൂ എന്ന് പറഞ്ഞ പോയിന്റ് എടുക്കണം. ഈ ക്യൂ എന്ന് പറഞ്ഞ പോയിന്റ് ഇവിടെയാണല്ലോ. അപ്പോൾ 0 ക്യൂ എന്ന് പറഞ്ഞ പോയിന്റേക്ക് എടുക്കുന്നതിന് ആബ്സല്യൂട്ട് വാല്യൂ എന്ന് പറയും. നേരെ മറിച്ച് പിന്നാണ് ക്യൂവിന്റെ അകത്തേക്ക് എടുക്കുന്നതിന് ഇത് റിലേറ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ആബ്സല്യൂട്ട് കോർഡിനേറ്റ് സിസ്റ്റം ഉണ്ട്, റിലേറ്റീവ് കോർഡിനേറ്റ് സിസ്റ്റം, പോളാർ കോർഡിനേറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഒരു ആംഗിളും കൂടി മെഷർ ചെയ്യും. നമ്മൾ തീറ്റ എത്ര പർട്ടിക്കുലർ ആംഗിളാണ് വരുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് തന്നെ നമുക്ക് ഒരു ലൈൻ വരയ്ക്കാൻ പറ്റും. ഓക്കെ,
For creating multiple copies of an object in a rectangular or a circular pattern, we use the command copy, offset, array, rotate. അപ്പോൾ ഏത് കമാൻഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ മൾട്ടിപ്പിൾ എന്താ ഒബ്ജക്റ്റിന്റെ ഒരു എന്താ പറയുക മൾട്ടിപ്പിൾ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് 36 array command. Okay, command used to cut off a part of the subject is. അപ്പോൾ ഒരു സബ്ജക്റ്റിന്റെ ഒരു പാർട്ട് കട്ട് ചെയ്യാം, നമുക്ക് എന്താ ഒരു പോർഷൻ ഇങ്ങോട്ട് പുറത്തേക്ക് വന്ന് കിടക്കുന്നുണ്ട്, അപ്പോൾ ഇത് കട്ട് ചെയ്ത് കളയാം. അതിന് യൂസ് ചെയ്യുന്ന ട്രിം, സ്കെയിൽ, മൂവ്, എറേസ്. അപ്പോൾ ഏതാണ് എറേസ് ആണോ അല്ലെങ്കിൽ ട്രിം ആണോ? അത് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട്. ബാക്കി രണ്ടെണ്ണം എല്ലാം നമുക്കറിയാം. അപ്പോൾ 38 ഓപ്ഷൻ എ ട്രിം, ചെറിയൊരു പോർഷൻ കട്ട് ചെയ്ത് മാറ്റാനാണ് നമ്മൾ ആ ട്രിം ചെയ്യുന്നത്. ഓക്കെ, ടു റൊട്ടേറ്റ് ആൻ ഒബ്ജക്റ്റ് ത്രൂ എ സ്പെസിഫൈഡ് ആംഗിൾ അബൌട്ട് ഇറ്റ്സ് ബേസ് യൂസ് ദ കമാൻഡ്. അപ്പോൾ ഒരു പർട്ടിക്കുലർ എന്താ പറയുക ആംഗിൾ നമുക്ക് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യണം. ആ റൊട്ടേറ്റ് ചെയ്യുന്നതിനെ നമ്മൾ ഏത് കമാൻഡാണ് യൂസ് ചെയ്യുന്നത്? സ്കെയിൽ, മിറർ, റൊട്ടേറ്റ്, നൺ ഓഫ് ദി അബവ്. ഇത് ഓൾറെഡി നമുക്ക് എന്താ പറയുക റൊട്ടേഷൻ ആണ് ചെയ്യുന്നത് നമ്മൾ ക്വസ്റ്റ്യൻ തന്നത്. ഓക്കെ, റൊട്ടേഷൻ ആണ് തന്നത്. അപ്പോൾ ഓപ്ഷൻ സി റൊട്ടേറ്റ് തന്നെയാണ് ഇതിൻ്റെ അത് റൈറ്റ് ഓപ്ഷൻ ആയിട്ട് വരുന്നത്. ഫോർ ജോയിനിങ് ടു നോൺ പാരലൽ ലൈൻസ് ബൈ ഡ്രോയിങ് ബിവൽഡ് ലൈൻ അറ്റ് എ ഡിസ്റ്റൻസ് ദ കമാൻഡ് യൂസ്ഡ്. അപ്പം രണ്ട് പാരലൽ ലൈന് കണക്ട് ചെയ്യണം, അതുപോലെ തന്നെ ഒരു ബിവൽഡ് ലൈൻ വെച്ചിട്ട്. അപ്പോൾ സ്ട്രെച്ച്, ബ്രേക്ക്, ക്യാംഫർ ഏത് വെച്ചിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ഓക്കെ, ഏതാണ് ഓപ്ഷൻ സി ക്യാംഫർ. ക്യാംഫർ എന്ന് പറഞ്ഞാൽ ആ ഇങ്ങനെ കണക്ട് ചെയ്യുന്ന ആ ഒരു ചരിവ് കൊടുക്കുന്ന ടാപ്പർ സെക്ഷൻ, ആ കോണ് ഇല്ലാതാക്കാൻ, ഷാർപ്നെസ് ഇല്ലാതാക്കുന്ന ഒരു പ്രോസസ്സിനാണ് ക്യാംഫറിംഗ് എന്ന് പറയുന്നത്. പിക്ക് എ ഡയമെൻഷനിങ് കമാൻഡ്. ഡയമെൻഷനിങ് കമാൻഡ് ലീനിയർ, ലൈന്, സർക്കിൾ. അപ്പോൾ ഓക്കെ, ഓൾ ഓഫ് ദി അബവ്. അപ്പോൾ ഏതാണ് വരുന്നത്? ഓപ്ഷൻ എ ലീനിയർ. ലീനിയർ എന്ന് പറഞ്ഞ കമാൻഡാണ് നമുക്ക് അതിൻ്റെ ഡയമെൻഷൻ, ലെങ്ത്തും കാര്യങ്ങളൊക്കെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. വിച്ച് കമാൻഡ് അലോസ് യു ടു സെറ്റ് ഓർ എ ചേഞ്ച് ദ ഡ്രോയിങ് ഏരിയ. അപ്പോൾ ആ ഡ്രോയിങ് ഏരിയന്റെ സൈസ് കൂട്ടാനും കുറയ്ക്കാനൊക്കെ എന്താണ് പറയുന്നത്? എൻ്റർ, ലിമിറ്റ്സ്, സൂം, ലൈൻ. അപ്പോൾ ഏതാണ് വരുന്നത്? ഓപ്ഷൻ 42 ബി ലിമിറ്റ്സ്. ഓക്കെ, ദ കമാൻഡ് യൂസ്ഡ് ടു എൻലാർജ് ഓർ റെഡ്യൂസ് ദ സൈസ് ഓഫ് എ ഡ്രോയിങ്. ദ കമാൻഡ് യൂസ്ഡ് ടു എൻലാർജ് ഓർ റെഡ്യൂസ് ദ സൈസ് ഓഫ് എ ഡ്രോയിങ്. ആ സൈസ് കുറയ്ക്കാനും കൂട്ടാനൊക്കെ യൂസ് ചെയ്യുന്നത്. സൈസ് കുറയ്ക്കാൻ ഓക്കെ, സ്കെയിൽ, സ്ട്രെച്ച്, അറേ, സൂം. ഏതാണ് വരുന്നത്? 43 എ സ്കെയിലിംഗ്. സ്കെയിലിംഗ് തന്നെയാണ് അതിന്റെ സൈസ് കൂട്ടാനോ കുറയ്ക്കാനോ എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിങ്ങനെ വലുതാക്കാൻ യൂസ് ചെയ്യുന്ന പ്രോസസ്സിനാണ് സ്കെയിലിംഗ് എന്ന് പറയുന്നത്. ഇത് നോർമലി നമ്മൾ ഈ ഓട്ടോകാഡ് അല്ലാതെ തന്നെ, കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈനിങ് അല്ലാതെ തന്നെ പല കാര്യത്തിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഈ സ്കെയിലിംഗ് ഓപ്പറേഷൻ, മിററിംഗ് ഓപ്പറേഷൻ, റൊട്ടേഷൻ ഓപ്പറേഷൻ ഒക്കെ. പക്ഷേ ഇതും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻ ആണ്, അതായത് കമ്പ്യൂട്ടർ എയ്ഡഡ് മാനുഫാക്ചറിങ്. അപ്പോൾ ഈ ഒരു 2018 എന്നൊക്കെ പറഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ ഈ CAD-നെ പറ്റിയൊക്കെ ഇംപ്ലിമെന്റേഷൻ നടക്കുന്ന സമയമാണ്. അപ്പോൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് ആ ഏരിയയിൽ നിന്ന് വന്നിട്ടുണ്ട്. ഓക്കെ, സ്പോട്ട് ദ ഓഡ് വൺ ഔട്ട്. ഫ്ലോപ്പി ഡിസ്ക്, ഹാർഡ് ഡിസ്ക്, കോമ്പാക്ട് ഡിസ്ക്, പ്രിന്റർ. ഓക്കെ, ഇത് കമ്പ്യൂട്ടർ ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. എന്താ പറയുക ജനറൽ നോളജ് വരുന്നത് സ്പോട്ട് ഓഡ് വൺ ഔട്ട് ആണ്. അതുപോലെ ഫ്ലോപ്പി ഡിസ്ക്, ഹാർഡ് ഡിസ്ക്, കോമ്പാക്ട് ഡിസ്ക്, പ്രിന്റർ. അപ്പോൾ ഇതെന്താണ് ഓപ്ഷൻ ഡി പ്രിന്റർ. ബാക്കിയൊക്കെ സ്റ്റോറേജ് ഡിവൈസ് ആണ്, പ്രിന്റർ ഒരു ഔട്ട്പുട്ട് ഡിവൈസ് ആണ് അല്ലേ. വിച്ച് കമാൻഡ് യൂസ്ഡ് ഫോർ എൻറ്ററിങ് ദ ഡീറ്റെയിൽസ് ഓഫ് എ ഡ്രോയിങ്. ഡ്രോയിങ്ങിന്റെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് ഹാച്ച്, പോളിഗൺ, ടെസ്റ്റ്, എറേസ്. അപ്പോൾ ഏതാണ് യൂസ് ചെയ്യുന്നത്? 45 സി ടെക്സ്റ്റ്. സെലക്ട് ദ ഹെൽപ്പ് ഫംഗ്ഷൻ കീ. സെലക്ട് ദ ഹെൽപ്പ് ഫംഗ്ഷൻ ഏതാണ്? F3, F1, F5, F6. ഏതാണ് ഹെൽപ്പ് ഫംഗ്ഷൻ കീ? ഹെൽപ്പ് ആവശ്യമുള്ള സമയത്ത് നമ്മൾ പ്രസ് ചെയ്യേണ്ട ഫംഗ്ഷൻ കീ ഏതാണെന്ന് ചോദിച്ചാൽ 46 ബി F1. ഓക്കെ, ചെറിയൊരു ബ്ലർ ഉണ്ട് ഈ ക്ലാസ്സിന്റെ. ഇത് കംപ്ലീറ്റ് PDF ഞാൻ നമ്മുടെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് സൊല്യൂഷൻ എന്ന് പറഞ്ഞ ടെലിഗ്രാം ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, കംപ്ലീറ്റ് ഇതിന്റെ ക്വസ്റ്റ്യൻസും സൊല്യൂഷനും ഒക്കെ കംപ്ലീറ്റ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ടു എക്സാമിൻ ആൻ ഏരിയ മോർ ഡീറ്റെയിൽ യൂസ് കമാൻഡ്. എന്തെങ്കിലും ഒരു ഏരിയയിൽ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് കാണാൻ വേണ്ടി നമ്മൾ എന്താ സൂം ചെയ്യാം, സൂം ഔട്ട് ചെയ്യുക, എഡിറ്റ് ചെയ്യുക, ഓപ്സ്. അപ്പോൾ ഏതാണ് ചെയ്യുക? നമ്മൾ ഒന്നുകൂടി ക്ലിയർ ആക്കി ഇപ്പൊ തന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ വായിക്കുന്ന സമയത്ത് ഈ ക്വസ്റ്റ്യൻ ഒക്കെ അത്യാവശ്യം ബ്ലർ ആയിട്ടാണ് കാണുന്നത്, കാരണം ഇത് സൂം ചെയ്ത് വെച്ചാണ്. ഓക്കെ, നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. സൂം ചെയ്ത് വെച്ചാണ്. അപ്പം അത് എന്താ പറയുക സൂം ഇൻ എന്നാണ് പറയുന്നത്. ഓക്കെ, 47 ഓപ്ഷൻ എ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ തന്നെ ടു എക്സാമിൻ എ ഏരിയ മോർ ഡീറ്റെയിൽസ് നമ്മൾ ഒന്നുകൂടി ക്ലിയർ ആക്കി കാണാൻ വേണ്ടി നമ്മൾ സൂം ഇൻ ചെയ്യും. 1 Newton is that force which produces an acceleration of. അപ്പോൾ 1 ന്യൂട്ടൺ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആക്സലറേഷൻ എത്രയാണെന്ന് വെച്ചാൽ F = ma ആണ് നമുക്കറിയാം അല്ലേ. അപ്പം A = F/m. ഓക്കെ, ഇതൊക്കെ ജസ്റ്റ് നിങ്ങൾ എന്താ പറയുക അങ്ങോട്ടും ഇങ്ങോട്ടും മാസ്
മാസും ആക്സിലേഷൻ ഒക്കെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആക്സിലേഷൻ നമുക്ക് കിട്ടും. ഓക്കെ, 1 സെന്റിമീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ പിന്നെ മാസ് ഓഫ് 1 ഗ്രാം, 1 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറിന്റെ മാസ് ഓഫ് 9.8 കിലോഗ്രാം, 1 മീറ്റർ പെർ സെക്കൻഡ് 1 kg, 1 മീറ്റർ പെർ സെക്കൻഡ് ഓഫ് മാസ് ഓഫ് 1 ഗ്രാം. അപ്പോൾ ഏതാണ് ഓപ്ഷൻ? ഓപ്ഷൻ 48, ഓപ്ഷൻ ബി. ഓക്കെ, ബാക്കിയൊക്കെ SI യൂണിറ്റിൽ എടുത്താൽ മതി. മാസ് 1 kg എടുക്കുക, ആക്സലേഷൻ 1 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ, അത്രേ ഉള്ളൂ കാര്യം. 1 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ഒക്കെ SI യൂണിറ്റിലാക്കുക. ബാക്കിയൊന്നും ഗ്രാം, ഇവിടെ സെന്റിമീറ്റർ ഗ്രാം ഒക്കെയാണ് വരുന്നത്. ഇവിടെ 9.81 ജിയുടെ വാല്യൂ ആണ്, കിലോഗ്രാം അല്ല, 1 കിലോഗ്രാം ആണ്. ഇവിടെ ജി ഒന്നും വരുന്നില്ല, ജസ്റ്റ് ഫോഴ്സ് ആണ്. F=ma മാത്രമേ വരുന്നുള്ളൂ. ഓക്കെ, 1 atmospheric pressure is equal to 1.0132 kilogram force per centimeter square, 1.0135 bar, 760 mm of mercury, any of the above. അപ്പോൾ ഏതാണ്? 49. അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ കണ്ട് 1 atmospheric pressure എന്താണെന്ന് കണ്ടാൽ നിങ്ങൾ ചെയ്യേണ്ട ക്വസ്റ്റ്യൻ ഓപ്ഷൻ ബി, any of the above. 1.0132 kilogram force per centimeter square. ഇത് കറക്റ്റ് ആണ്. 750 mm of mercury കറക്റ്റ് ആണ്. അതുപോലെ തന്നെ 1.0132 ബാറും കറക്റ്റ് ആണ്. ഓക്കെ, 1 metric horsepower is 1 metric horsepower 746 watt, 0.7355 kilowatt. ഈ സാധനങ്ങളൊക്കെ ഓപ്ഷനൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് അറിയാം എന്താണ് 1 metric horse എത്രയാണ് വരുന്നത്. 1 metric horse 0.0138 കിലോഗ്രാം മീറ്റർ. 1 ഹോഴ്സ് പവർ എന്ന് പറഞ്ഞാൽ 746 വാട്ട്സ് എന്ന് നമുക്കറിയാം. ഓക്കെ, അപ്പം 1 മെട്രിക് ഹോഴ്സ് പവർ എന്ന് പറഞ്ഞാൽ 0.7355 കിലോ വാട്ട്. ഓക്കെ, 0.7355 കിലോ വാട്ട് ആണ് 1 മെട്രിക് ഹോഴ്സ് പവർ. 5 റേഡിയൻസ് എന്നാൽ 360 ഡിഗ്രി, 270 ഡിഗ്രി, 90 ഡിഗ്രി, 180 ഡിഗ്രി. ഏതാണ് 5 റേഡിയൻസ് എന്ന് പറഞ്ഞാൽ? 51, ഓപ്ഷൻ ഡി, 180 ഡിഗ്രി. ഓക്കെ, പൈ എന്ന് പറഞ്ഞാൽ 180 ഡിഗ്രിയാണ്. 2π 360 ഡിഗ്രി. ഓക്കെ, ഒരു കംപ്ലീറ്റ് സർക്കിളിനകത്ത് പകുതി വന്നാൽ ഇതിനെയാണ് നമ്മൾ പൈ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ 180 ഡിഗ്രി എന്ന് പറയുന്നത്. ഓക്കെ, ജനറൽ ആയിട്ട് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് അതൊക്കെ. 113 ഫാരൻഹീറ്റ് ഈസ് ഈക്വൽ ടു ഫാരൻഹീറ്റ്. അപ്പോൾ ഫാരൻഹീറ്റ് കൺവേർട്ട് ചെയ്യുന്ന ഒരു ഇക്വേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് ജസ്റ്റ് എടുത്ത് നോക്കാം. ഇതിനകത്ത് ഓപ്ഷൻ ഞാൻ പറയുന്നത് 45 ഡിഗ്രി എന്നുണ്ട്, 32 ഡിഗ്രി എന്നുണ്ട്, 20 ഡിഗ്രി എന്നുണ്ട്, 30 ഡിഗ്രി എന്നുണ്ട്. ഓക്കെ, 52, ഓപ്ഷൻ എ 45 ഡിഗ്രി ആണ്. 113 ഡിഗ്രി ഫാരൻഹീറ്റ്. ദ വാല്യൂ ഓഫ് എക്സ് ഇൻ എൻ ഇക്വേഷൻ x² മൈനസ് 5x പ്ലസ് 6. അപ്പം ഇതിൻ്റെ അകത്തുള്ള വാല്യൂ എത്രയാണ് നമുക്കറിയാം, ജനറൽ ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ്. അത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എക്സ് മൈനസ് 2 ഇൻറ്റു എക്സ് മൈനസ് 3 ഇത് ചെയ്താലാണ് കിട്ടുക. അപ്പോൾ എക്സിൻ്റെ വാല്യൂ 2ഉം 3ഉം കിട്ടും. ഓക്കെ, ഓപ്ഷൻ സി 53 സി. ജനറൽ ആയിട്ട് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്, നമ്മൾ നോർമലി സോൾവ് ചെയ്യുന്ന പോലെ. ഇത് ഇക്വൽ ടു 0 എന്ന് കൊടുക്കാം. അതായത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 6 കിട്ടണം, ആഡ് ചെയ്ത് കഴിഞ്ഞാൽ -5 കിട്ടണം. -5 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ -2, -3, -5 മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ -2 ഇൻറ്റു -3 6 കിട്ടും. അത്രേ ഉള്ളൂ. ഇഫ് ദ റൂട്ട്സ് ഓഫ് ആൻ ഇക്വേഷൻ ax² plus bx plus c equal to 0, b, p and q are then p. ഓക്കെ, ഇതെന്താ ക്വസ്റ്റ്യൻ ക്ലിയർ ആണെന്ന് കേട്ടോ. ഓക്കെ, അപ്പം ax² plus bx plus c equal to 0 അങ്ങനെയാണ് വന്നത്. ഓക്കെ, അതിനകത്ത് b, p and q. അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെ സൊല്യൂഷൻ പിയും ക്യൂ ആണ്. ദെൻ p ഇൻറ്റു ക്യൂ എന്താണെന്ന് വെച്ചാൽ p ഇൻറ്റു ക്യൂ എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ സൊല്യൂഷൻ ആണ് തന്നത്. അപ്പോൾ p ഇൻറ്റു ക്യൂ എന്ന് പറഞ്ഞാൽ എന്ത് വരും? ഓപ്ഷൻ എ മൈനസ് b ബൈ എ, ഓപ്ഷൻ ബി എ ബൈ ബി, ഓപ്ഷൻ സി p ബൈ ക്യൂ, ഓപ്ഷൻ ഡി c ബൈ എ. അപ്പോൾ ഇതിൻ്റെ അകത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ ax² plus bx c. ഇതിൻ്റെ സൊല്യൂഷൻ ആണ് മൈനസ് b² പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് b² മൈനസ് 4ac ഡിവൈഡ് ബൈ 2a. ഈ ഒരു കാര്യം സൊല്യൂഷൻ ആണ് വരുന്നത്. ഇതാണ് ഇതിനകത്ത് എന്താ പറയുക, ഇത് പ്ലസ് ആക്കി എടുക്കുന്ന സമയത്ത് p ഇട്ട് കൊടുക്കാം, മൈനസ് ആക്കി എടുക്കുന്ന സമയത്ത് q ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ഓപ്ഷൻ കിട്ടും, ആൻസർ കിട്ടുന്നത് നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഓപ്ഷൻ വരുന്നത് 54 ഡി, സി ബൈ എ. ഓക്കെ, ആൻഡ് ഐസോസെലസ് ട്രയാങ്കിൾ ഹാസ്. അപ്പം ഐസോസെലസ് ട്രയാങ്കിൾ എന്താണെന്ന് ചോദിച്ചത്. അപ്പോൾ ഐസോസെലസ് ട്രയാങ്കിൾ നോക്കുന്ന സമയത്ത് 55 ഓപ്ഷൻ ബി, 2 sides are equal. 2 sides ആണ് ഈക്വൽ ആണ്. 3 sides equal ഉണ്ട്, no sides are equal. ഐസോസെലസ് ട്രയാങ്കിൾസിനകത്ത് 2 sides equal ആണ്. അപ്പോൾ കുറച്ച് ട്രയാങ്കിളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അതൊക്കെ പഠിച്ചിരിക്കുക. അപ്പം അതുപോലെ തന്നെ ആംഗിളും കാര്യങ്ങളും, എല്ലാ ആംഗിളും 60 ഡിഗ്രി ആയി വരുന്ന ട്രയാങ്കിൾസ് ഉണ്ട്, എല്ലാ സൈഡുകളും സെയിം ആയിട്ട് വരുന്ന ട്രയാങ്കിൾസ് ഉണ്ട്, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ടാവും. ഓക്കെ,
The sides of a triangle are 3 cm, 4 cm, 5 cm. Its area is. അപ്പം ഇതിന്റെ 3 സൈസ് എന്താ പറയുക സൈഡ് തന്നിട്ടുണ്ട്. അപ്പോൾ സൈഡ് വരികയാണെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ ട്രയാങ്കിളിനകത്ത് ഞാൻ നോക്കുകയാണെങ്കിൽ 3, 4 ഇതായിരിക്കും 5. ഓക്കെ, റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. അപ്പോൾ അതിന്റെ ഏരിയ കണ്ടുപിടിക്കുക. ഹാഫ് പി എച്ച് എടുത്താൽ മതി. ഹാഫ് ഇൻറ്റു 4 ഇൻറ്റു 3 എടുക്കുക. ഓക്കെ, ഹാഫ് ഇൻറ്റു 4 ഇൻറ്റു 3 എടുത്തു കഴിഞ്ഞാൽ 2, 6 ഉണ്ടോ? ഓപ്ഷൻ 56, ഓപ്ഷൻ ഡി 6 സെന്റിമീറ്റർ സ്ക്വയർ. ഓക്കെ, അതായത് ഇത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആയിരിക്കും. 3ഉം 4ഉം 5ഉം വരികയാണെങ്കിൽ അത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആയിരിക്കും. ഓക്കെ, അതായത് ഇതിന്റെ ഹൈപ്പോത്തനീസ് എന്ന് പറഞ്ഞാൽ ഇതാണ്. കാരണം എന്ന് പറയുന്ന സാധനം ഹൈപ്പോത്തനീസ് എന്ന് പറഞ്ഞാൽ 3 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ എത്രയാണ് വരുന്നത്? റൂട്ട് ഓഫ് 3 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ 16 ഈക്വൽ ടു 25. റൂട്ട് 25 എന്ന് പറഞ്ഞാൽ 5. കണ്ടില്ലേ? ഓക്കെ, അതൊക്കെ നമ്മൾ എന്താ പറയുക കുറെ ക്വസ്റ്റ്യൻസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി മനസ്സിലാവണം ആ ക്വസ്റ്റ്യൻ അങ്ങനെ. ദ ഏരിയ ഓഫ് എ സ്ക്വയർ ഹൂസ് ഡയഗണൽ ഈസ് 20 സെന്റിമീറ്റർ ലോങ്. അപ്പോൾ ഒരു ഏരിയ ഇതിന്റെ ഡയഗണൽ തന്നിട്ടുണ്ട്. ഡയഗണൽ എന്ന് പറഞ്ഞാൽ ഈ സാധനം ഇതാണ്. ഇതിന്റെ 20 സെന്റിമീറ്റർ തന്നത്. ഓക്കെ, സ്ക്വയർ ആണ്. സ്ക്വയറിന്റെ ഡയഗണൽ ഉണ്ട്. അപ്പം ഈ സ്ക്വയറിന്റെ ഡയഗണലിന്റെ ഇക്വേഷൻ എന്താണ്? റൂട്ട് 2a ഡയഗണൽ ഡി ഈക്വൽ ടു റൂട്ട് 2a. അപ്പോൾ ഇത് കിട്ടുക. അതുപോലെ തന്നെ ഏരിയ ഓഫ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ a സ്ക്വയർ ആണ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഇവിടെ നമുക്ക് a ഈക്വൽ ടു ഡി ബൈ റൂട്ട് 2 എന്ന് കിട്ടി അല്ലേ? അപ്പോൾ a സ്ക്വയർ ഈക്വൽ ടു ഡി സ്ക്വയർ ഡിവൈഡ് ബൈ 2. ഡി സ്ക്വയർ എന്ന് പറഞ്ഞാൽ 20 സ്ക്വയർ ഡിവൈഡ് ബൈ 2 ഈക്വൽ ടു ആ കിട്ടുന്ന വാല്യൂ കിട്ടും. ഓക്കെ, 20 സ്ക്വയർ ഡിവൈഡ് ബൈ 400 ഡിവൈഡ് ബൈ 2 എന്ന് പറഞ്ഞാൽ 200 സെന്റിമീറ്റർ സ്ക്വയർ. 57a 200 സെന്റിമീറ്റർ സ്ക്വയർ. Okay, the circumference of a circle is reduced by 50%. What will be the reduction in area? അപ്പം രണ്ട് കാര്യങ്ങൾ നിങ്ങൾ അറിയണം. സർക്കംഫറൻസ് ഓഫ് എ സർക്കിൾ, സർക്കിളിന്റെ സർക്കംഫറൻസ് എന്താ? പൈ ഇൻറ്റു ഡി. ഓക്കെ, ഏരിയ ഓഫ് എ സർക്കിൾ പൈ ആർ സ്ക്വയർ അല്ലെങ്കിൽ പൈ ബൈ 4 ഡി സ്ക്വയർ. ഇതാണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ ഇത് രണ്ടും എടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വാല്യൂസ് കണ്ടുപിടിച്ചാൽ നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ ഇതിനകത്ത് ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ 58, ഓപ്ഷൻ സി. ഓക്കെ, ഞാൻ ജസ്റ്റ് ഈ കാര്യങ്ങൾ പറഞ്ഞു വരുന്നുണ്ട്. ഒരുപാട് സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇതൊക്കെ. ഒന്ന് നോക്കുക, കാരണം ഏത് ഏരിയയാണ് ക്വസ്റ്റ്യൻ വരുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി. അപ്പോൾ ഇതിനകത്ത് കുറച്ച് മാത്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നമ്മളിപ്പം എന്താ പറയുക, ഈ KWന്റെ എക്സാമിനകത്ത് ഇങ്ങനത്തെ മാത്സും കാര്യങ്ങളൊന്നും എക്സ്പെക്ട് ചെയ്യുന്നില്ല. കൂടുതലും ഒരു 60% ക്വസ്റ്റ്യൻ, അതായത് 60 ക്വസ്റ്റ്യൻ ഒക്കെ സിവിൽ എഞ്ചിനീയറിംഗിനകത്തും ബാക്കി 40 ക്വസ്റ്റ്യൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിനകത്താണ് പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു എക്സാം എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി മെക്കാനിക്കൽ ഓറിയന്റഡ് എക്സാം ആണ്. ദ ഏരിയ ഓഫ് എ ട്രയാങ്കിൾ 40 സെന്റിമീറ്റർ സ്ക്വയർ ആൻഡ് ബേസ് ഈസ് 10 സെന്റിമീറ്റർ. വാട്ട് വിൽ ബി ദ ഹൈറ്റ്? അപ്പം ഇതിൻ്റെ അകത്ത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ് ഇക്വേഷൻ. ഏരിയ, അപ്പോൾ ഏരിയ ആണ് ഇവിടെ തന്നത് 40, അതിൻ്റെ അകത്ത് ബേസും തന്നിട്ടുണ്ട്. പിന്നെ അതിൻ്റെ അകത്ത് ഹൈറ്റ് കണ്ടുപിടിക്കാം. അത് റീഅറേഞ്ച് ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, 59, ഓപ്ഷൻ ബി. ഓക്കെ, ദ ബ്രെഡ്ത്ത് ഓഫ് എ റെക്ടാങ്കിൾ ഈസ് 1/4 ഓഫ് ഇറ്റ്സ് ലെങ്ത്. അപ്പം ഒരു റെക്ടാങ്കിൾ അതിൻ്റെ ലെങ്ത്തും ബ്രെഡ്ത്തും തന്നിട്ടുണ്ട്. ഓക്കെ, ഇതാണ് ബ്രെഡ്ത്ത്, ഇത് ലെങ്ത്. അപ്പോൾ അതിൻ്റെ ലെങ്ത്തും ബ്രെഡ്ത്തും തമ്മിലുള്ള റിലേഷൻ. ഇഫ് ദ പെരിമീറ്റർ ഈസ് 40 സെന്റിമീറ്റർ, വാട്ട് വിൽ ദി ഏരിയ? പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് വരും 2 ഇൻറ്റു എൽ പ്ലസ് ബി ആണ് പെരിമീറ്റർ. ഓക്കെ, അതിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ എ ഈക്വൽ ടു എൽ ഇൻറ്റു ബി വരും. ഓക്കെ, അത് രണ്ടും കൂടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് എന്ത് ആൻസർ കിട്ടും? 64 സെന്റിമീറ്റർ സ്ക്വയർ. ഓക്കെ, അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു ഒരുപാട് ടൈം പോകുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ എടുത്ത് എനിക്കറിയില്ല അത്ര, ചിലപ്പോൾ 1 മണിക്കൂറിന് മുകളിലൊക്കെ വരുന്നുണ്ടാവും. ഓക്കെ, അപ്പം മാക്സിമം 1 മണിക്കൂറിന് തീർക്കണമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. 61. In a right angled triangle, one angle is 25 degree, then other two angles will be. അപ്പോൾ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? അതായത് ഒരു റൈറ്റ് ആംഗിൾ എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രി ആയിരിക്കും. ഒരു ആംഗിൾ 25 ഡിഗ്രി എന്നുണ്ട്. അപ്പോൾ മറ്റേ ആംഗിൾ എത്രയായിരിക്കും? ഇത് 90, 25, ബാക്കിയുള്ള ആംഗിൾ ടോട്ടൽ 180 കിട്ടണം. ഓക്കെ, 90 കഴിഞ്ഞു 25, അപ്പോൾ 115. 115ൻ്റെ അന്ന് 150 എത്ര വരും? റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ one angle is 25 degree. അതർ ടു ആംഗിൾ ഒന്ന് 90 ആണ്. ഓക്കെ, ഒന്ന് 90 ഡിഗ്രി, മറ്റേത് 65 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, അതിനകത്ത് കൂടുതൽ ചിന്തിക്കാനൊന്നുമില്ല. ഒരു ആംഗിൾ ഇതിന് ആംഗിൾ എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രി. അപ്പോൾ ഞാൻ ജസ്റ്റ് ഈ 90 ഡിഗ്രീൻ്റെ കാര്യം ഞാൻ ശ്രദ്ധിച്ചില്ല. ഓക്കെ, ഓപ്ഷൻ 61, ഓപ്ഷൻ സി. ഓക്കെ, ടോട്ടൽ 180 കിട്ടണം. ഇപ്പോൾ 90 പ്ലസ് 25 പ്ലസ് 65 180 കിട്ടും. ഇത്ര കാര്യം ആലോചിച്ചാൽ മതി. ദ ഏരിയ ഓഫ് ആൻ ഇക്വലേറ്റർ ട്രയാങ്കിൾ വിൽ ബി വിത്ത് ദ സൈഡ്. അപ്പോൾ ഒരു സൈഡ് എ ആയ ഇക്വലേറ്റർ ട്രയാങ്കിളിൻ്റെ ഏരിയ എത്രയാണെന്ന് ചോദിക്കുന്നത്. ഓക്കെ, 62 d root 3a square divided by 4 area. ഓക്കെ, ഇക്വലേറ്റർ ട്രയാങ്കിൾ ആണ്. ഇക്വലേറ്റർ ട്രയാങ്കിൾ ആണ് എല്ലാ സൈഡും സെയിം ആയ ട്രയാങ്കിൾ. ദ ലെങ്ത് ഓഫ് എ ഡയഗണൽ ഓഫ് എ സ്ക്വയർ ഈസ്. അപ്പം നേരത്തെ വന്ന അതേ ക്വസ്റ്റ്യൻ തന്നെ. അപ്പം സ്ക്വയറിന്റെ
ഡയഗണൽ ലെങ്ത് അത് d ഈക്വൽ ടു √2a ആണ്. ഓക്കെ, അപ്പോൾ സൈഡ് ഇൻറ്റു √2. ഓപ്ഷൻ സി 63 ഓപ്ഷൻ സി, ഇത്രേ കാര്യമുള്ളൂ. ഓക്കെ, the area of a circle of diameter 20 centimeter. The area of a circle of a diameter 20 centimeter. Diameter തന്നിട്ട് അതിൻ്റെ ഏരിയ ആണ് 5/4 d സ്ക്വയർ ചെയ്താൽ അതിൻ്റെ ഏരിയ കിട്ടും. ഓക്കെ, അപ്പം 20 സെൻറ്റിമീറ്ററിലെ സാധനത്തിൻ്റെ ഏരിയ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ 5/4 d സ്ക്വയർ കണ്ടാൽ ഏരിയ കിട്ടും. അത് എത്രയാണ് വരുന്നത്? 64a 314 സെൻറ്റിമീറ്റർ സ്ക്വയർ. The unit of force in SI unit. SI യൂണിറ്റിലെ ഫോഴ്സിൻ്റെ യൂണിറ്റ് എന്താണ്? ന്യൂട്ടൺ. ഓപ്ഷൻ ബി ന്യൂട്ടൺ. ഓക്കെ, ഫോഴ്സിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണ്. 65. A gold coin weighs 20 gram in air, 18.1 in alcohol and 18 gram in water. Then the specific gravity of alcohol is. അപ്പോൾ ഇതിൻ്റെ അകത്ത് 3 സാധനത്തിൻ്റെ ഡെൻസിറ്റി കമ്പയർ ചെയ്യാനുള്ള സാധനങ്ങളാണ് തന്നത്. ഓക്കെ, അതിൻ്റെ അകത്ത് സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ആൽക്കഹോൾ കണ്ടുപിടിക്കണം. 1.8, 0.9, 2, 0.8. ഇത് കുറച്ച് എന്താ പറയുക, സോൾവ് ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ആ സ്പെസിഫിക് ഗ്രാവിറ്റി അതിൻ്റെ അത് ഓരോന്നിൻ്റെയും വെയിറ്റും അതിൻ്റെ വെയിറ്റ് ഡെൻസിറ്റിയും കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ച് അതിൻ്റെ അത് കമ്പയർ ചെയ്തിട്ട് എടുക്കണം. ഓക്കെ, 66 ഓപ്ഷൻ ഡി 0.9. ഓക്കെ, 20 ഗ്രാം ഉള്ളത്, ഓക്കെ 20 ഗ്രാമുള്ള 18.2 ഗ്രാം ആയിട്ട് കുറയുന്നുണ്ട് ആൽക്കഹോൾ ഇടുന്ന സമയത്ത്. ഓക്കെ, വാട്ടറിലാകുമ്പോൾ അത് 18 ഗ്രാം ആകുന്നുണ്ട്. ചെറിയൊരു ഡിഫറൻസ് വരുന്നു. ഓക്കെ 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 1 kilogram force equal to 1 kilogram force equal to 1 Newton, 10 Newton, 981 Newton, 9.81 Newton. എത്രയാണ് 1 kilogram force? ഈ ഒരു ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. 1 kilogram force ആണ് 67 d 9.81. ഓക്കെ, 1 kilogram force. Density of water in MKS system. MKS സിസ്റ്റത്തിനകത്ത് MKS സിസ്റ്റം എന്ന് പറഞ്ഞാൽ മീറ്റർ, MKS സിസ്റ്റം, CGS സിസ്റ്റം ഉണ്ട്, MKS സിസ്റ്റം ഉണ്ട്, SI സിസ്റ്റം ഉണ്ട്. അതിനകത്തുള്ളൊരു സിസ്റ്റമാണ് MKS സിസ്റ്റം. 100 kilogram per cubic meter, 100 kg per kilogram per cubic meter, 100 gram per cubic meter, 1 gram per cubic meter. എത്രയാണ് വരുന്നത്? 68 a 100 kilogram per cubic meter. The ratio of density of the substance to the density of water. Ratio of density of substance divided by density of water. ഇതിനാണ് പറയുന്നത് എന്ത്? weight density, mass density, specific gravity. Okay, 69 സ്പെസിഫിക് ഗ്രാവിറ്റി. ഇതിനെ പറ്റിയൊക്കെ, അതായത് ഈ സ്പെസിഫിക് ഗ്രാവിറ്റി, ഡെൻസിറ്റി, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിൽ തന്നെ വീഡിയോസ് ഉണ്ട്, കംപ്ലീറ്റ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത വീഡിയോസ് ഉണ്ട്. എന്തൊക്കെയാണ് ഇതിനെ പറ്റിയുള്ള പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ സോൾവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എടുത്ത് നോക്കാം. ഓക്കെ, നമ്മൾ താഴെ FM അകത്തുണ്ട് സ്പെസിഫിക് ഗ്രാവിറ്റി എന്താണ്, അതിൻ്റെ അകത്തൊക്കെ ഇംഗ്ലീഷിലുണ്ട്, മലയാളത്തിലുണ്ട്. ഓക്കെ, വെക്ടർ ക്വാണ്ടിറ്റി ഹാസ് ബോത്ത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ. നമ്മൾ +2 വരെ പഠിച്ച കാര്യങ്ങളാണ്. വെക്ടർ ക്വാണ്ടിറ്റി ഹാസ് ബോത്ത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ കണ്ടുപിടി വരുന്നത്. സ്കാലാർ ക്വാണ്ടിറ്റിനകത്ത് ഡയറക്ഷൻ ഉണ്ടാവില്ല, മാഗ്നിറ്റ്യൂഡ് മാത്രമാണ്. ഓക്കെ, ഓപ്ഷൻ ബി. The rate of change of velocity is rate of change of velocity acceleration. Okay, moment is the product of momentum എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിക്കുന്നത്. Momentum is the product of speed and acceleration, force and speed, mass and velocity, velocity and force. അപ്പോൾ ഏതാണ് വരുന്നത്? ഓക്കെ, ഓപ്ഷൻ സി momentum. m equal to momentum p എന്ന് പറഞ്ഞിട്ട് റെപ്രസെന്റ് ചെയ്യുക അധികം. p equal to m into v. ഓക്കെ, മാസ് ആൻഡ് വെലോസിറ്റി ആണ് മൊമെന്റ് റെപ്രസെന്റ് ചെയ്യുക. ചേഞ്ച് ഇൻ മൊമെന്റം നമ്മൾ ന്യൂട്ടന്റെ സെക്കൻഡ് ലോ എന്നില്ലേ, അപ്പോൾ റേറ്റ് ആ ഒരു എന്താ പറയുക, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി, ചേഞ്ച് ഇൻ മൊമെന്റം ആണ് നമ്മളെ ഫോഴ്സ് ആയിട്ട് അവിടെ ആക്ട് ചെയ്യുന്നത്. ഓക്കെ, എ ട്രെയിൻ 100 meter long passes a station platform at 200 meter length in 20 seconds. The speed of the train is. അപ്പം ഇതിനകത്ത് പറയുന്നത് ജസ്റ്റ് ഒരു 100 ട്രെയിൻ ഓഫ് 100 meter long 100 meter ട്രെയിൻ ലെങ്ത് ഉണ്ട്. അതൊരു പ്ലാറ്റ്ഫോം, ഇത് 100 മീറ്ററും ഈ പ്ലാറ്റ്ഫോം 200 മീറ്റർ ആണ്. ഓക്കെ, അപ്പോൾ ഇത് കടന്നു പോകാനുള്ള സമയം എന്ന് പറഞ്ഞാൽ 30 സെക്കൻഡ്. അപ്പോൾ ഇത് ടോട്ടൽ എന്താ പറയുക 300 ഡിവൈഡ് ബൈ 30 ചെയ്യുക. ഓക്കെ, അപ്പോൾ എത്ര എന്താ പറയുക സ്പീഡ് എന്ന് പറഞ്ഞ രീതിയിൽ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. 100 മീറ്റർ ലോങ് ഉള്ള ട്രെയിൻ ആണ്, ആ പ്ലാറ്റ്ഫോം 200 മീറ്റർ ആണ്. 200 ഡിവൈഡ് ബൈ 30. ഓക്കെ, മീറ്റർ പെർ സെക്കൻഡ്. അതിനെ കിലോമീറ്റർ പെർ ഹവറിലേക്ക് കൺവേർട്ട് ചെയ്യണം. കിലോമീറ്റർ പെർ ഹവറിലേക്ക്, അതായത് മീറ്റർ പെർ സെക്കൻഡിനകത്ത് കിട്ടും, അതിനെ കിലോമീറ്റർ പെർ ഹവറിലേക്ക് ആക്കുകയാണെങ്കിൽ നമ്മൾ 18 ഡിവൈഡ് ബൈ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, അതാണ് അവിടെ ജസ്റ്റ് ഒരു ചേഞ്ച് മാത്രം വരുന്നു. അപ്പോൾ 73 ഓപ്ഷൻ ഡി 36 കിലോമീറ്റർ പെർ ഹവർ. ഓക്കെ,
ഇപ്പം ഒറ്റ കാര്യം ആലോചിച്ചാൽ മതി. ഇതിപ്പോൾ നമ്മൾ കിട്ടുന്ന ടോട്ടൽ ലെങ്ത് എടുക്കുകയാണെങ്കിൽ 100 പ്ലസ് 200 വരും, 300 വരും. ഓക്കെ, അപ്പം അതിൻ്റെ സ്പീഡ് എന്ന് പറഞ്ഞാൽ സ്പീഡ് ഈക്വൽ ടു 300 ഡിവൈഡ് ബൈ 30 ഈക്വൽ ടു 10. അപ്പോൾ ഈ 10നെ 10 ഇൻറ്റു 18 ഡിവൈഡ് ബൈ 5 ചെയ്യണം. ഇത് വെട്ടിപ്പോകും. 236 കിലോമീറ്റർ പെർ അവർ ആണ്. അതായത് ഇത് 10 മീറ്റർ പെർ സെക്കൻഡ് ആണ്, അതിന് കിലോമീറ്റർ പെർ അവർ ആണെങ്കിൽ 18 ഡിവൈഡ് ബൈ 5. നേരെ തിരിച്ച് കിലോമീറ്റർ പെർ അവർ എന്ന് മീറ്റർ പെർ സെക്കൻഡിലേക്ക് ആക്കണമെങ്കിൽ അതെന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ബൈ 5/18 ചെയ്യണം. നേരെ ഓപ്പോസിറ്റ് ചെയ്താൽ മതി. ഓക്കെ, ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് കോഷ്യൻ. നമ്മൾ ഇത്രയും സിമ്പിൾ ആയിട്ട് ചെയ്യാൻ വരുന്ന ക്വസ്റ്റ്യൻസ് മാത്രമേ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിക്കും എക്സാമിന്. ഓക്കെ, ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് കോഷ്യന്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ബിറ്റ്വീൻ ടു ബോഡീസ് ഇൻ കോൺടാക്ട്. അപ്പം രണ്ട് ബോഡീസ് കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ അകത്ത് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ്റെ മാഗ്നിറ്റ്യൂഡ് എത്ര വരുന്നത്? മാക്സിമം മേ എക്സീഡ് യൂണിറ്റി, മേ ലൈസ് ബിറ്റ്വീൻ 0 and 1, ഡിപ്പെൻസ് അപ്പോൺ ദ ഏരിയ ഓഫ് കോൺടാക്ട്, യൂണിറ്റി. അത് ഏതാണ് വരുന്നത്? 74. ഓപ്ഷൻ ബി. ഓൾവേസ് ലൈസ് ബിറ്റ്വീൻ 0 and 1. 0 and 1 ആണ്. അതായത് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആണ് പറയുന്നത്. ഓക്കെ, ദ റേഷ്യോ ഓഫ് പോളാർ മൂവ്മെന്റ് ഓഫ് ഇനേഷ്യ ടു ദ റേഡിയസ് ഓഫ് ദ ഷാഫ്റ്റ് ഈസ് നോൺ ആസ്. അപ്പോൾ ഷാഫ്റ്റ് റേഡിയസ് ഓഫ് ദ ഷാഫ്റ്റ്, ദ റേഷ്യോ ഓഫ് പോളാർ മൂവ്മെന്റ് ഓഫ് ഇനേഷ്യ, പോളാർ മൂവ്മെന്റ് ഓഫ് ഇനേഷ്യ ജെ ഡിവൈഡ് ബൈ റേഡിയസ് ജെ ബൈ ആർ എന്താണ് ചോദിക്കുന്നത്? ഓക്കെ, നോൺ ആസ് സെക്ഷണൽ മോഡുലസ്, ഷാഫ്റ്റ് സ്റ്റിഫ്നെസ്, പ്രഷർ റിജിഡിറ്റി, ടോർഷണൽ റിജിഡിറ്റി. ഇത് നമ്മളെ എന്താ പറയുക, സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയലിൻ്റെ അകത്ത് നിന്ന് ക്വസ്റ്റ്യൻ ആണ്. 75. ഓപ്ഷൻ എ, സെക്ഷണൽ മോഡുലസ് എന്ന് പറയും. ഓക്കെ, അതിൻ്റെ അകത്ത് വരുന്ന സാധനങ്ങൾ ടി ബൈ ജെ ഈക്വൽ ടു ടോ ബൈ ആർ ഈക്വൽ ടു അങ്ങനെയൊക്കെ പറഞ്ഞ ഒരു ഇക്വേഷൻ അല്ലേ? ടോ ബൈ ആർ ഈക്വൽ ടു തീറ്റ ബൈ സി തീറ്റ ബൈ എൽ ജി തീറ്റ ബൈ എൽ. ഇങ്ങനെയാണ് ഇക്വേഷൻ വരുന്നത്. ഓക്കെ, അതിൻ്റെ അകത്ത് നിന്ന് ഈ എന്താ പറയുക, ജെ ഇങ്ങോട്ട് വന്നു. അപ്പം ആർ ഇവിടെ ഉണ്ട്, ജെ ബൈ ആർ. ജെ ബൈ ആർ ആണ് പറയുന്നത് അല്ലേ? ജെ ബൈ ആർ ഈക്വൽ ടു ടി ബൈ ടോ, ടോർക്ക് ഡിവൈഡ് ബൈ ടോ. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ സെക്ഷൻ മോഡുലസ് ആണ്. ഓക്കെ, അത്രയേ ഉള്ളൂ. കുറച്ച് കാര്യങ്ങൾ സെക്ഷൻ മോഡുലസ് ഉണ്ട്, പോളാർ സെക്ഷൻ മോഡുലസ് ഉണ്ട്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. അതൊക്കെ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയലിന്റെ ബേസിക്സ് ആണ്. അതൊക്കെ നോക്കിയത് അപ്പോൾ ജസ്റ്റ് മനസ്സിലാക്കി. ഓക്കെ, ഇനി അടുത്തത് സൈൻ എ ഈക്വൽ ടു 0.5 കോസ് എ. അപ്പോൾ എത്രയാണെന്ന് വെച്ചാൽ സൈൻ എ എന്ന് പറഞ്ഞാൽ സൈൻ തീറ്റ നമുക്ക് കിട്ടുന്ന സൈൻ തീറ്റ ഹാഫ് ആണ്. അപ്പോൾ കോസ് തീറ്റ എത്രയാണെന്ന് പറഞ്ഞാൽ കോസ് തീറ്റ എത്രയായിരിക്കും? √3/2 അല്ലേ? √3/2 അല്ലേ ആണെന്ന് തോന്നുന്നു. ഓക്കെ, ഞാൻ ജസ്റ്റ് ഞാൻ അന്ന് പണ്ട് പഠിച്ച ഒരു കാര്യത്തിൽ ഓർമ്മയിൽ വെച്ച് പറഞ്ഞു കേട്ടോ. ഓപ്ഷൻ ഡി 0.866. അപ്പോൾ ഞാൻ ജസ്റ്റ് ആ വാല്യൂ ഓപ്ഷൻ അവിടെ √3 ഡിവൈഡ് ബൈ 2 0.866 കറക്റ്റ് ആണ്. ഓക്കെ, ഇനി അടുത്തത് ടാൻ എ ഇൻറ്റു കോസ് എ. ടാൻ എ ഇൻറ്റു കോസ് എ എന്താണ് വരുന്നത്? 77. ഓപ്ഷൻ ബി സൈൻ എ. ഓക്കെ, ടാൻ എ ഇൻറ്റു കോസ് എ സൈൻ എ. അതെങ്ങനെ വരുന്നത് വെച്ചാൽ ടാൻ എ നമ്മൾ എന്ത് ചെയ്താൽ സൈൻ എ ഡിവൈഡ് ബൈ കോസ് എ എന്ന് എഴുതാൻ പറ്റും. ഇൻറ്റു കോസ് എ എന്ന് എഴുതാൽ എന്താ വരും? ഇത് രണ്ടും ക്യാൻസൽ ആയി പോയില്ലേ? പിന്നെ വരുന്നത് സൈൻ എ മാത്രമേ ഉള്ളൂ. സിമ്പിൾ ലോജിക് ആണ്, വേറെ കാര്യമില്ല. ഇതിന് അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ടാൻ സ്ക്വയർ എ പ്ലസ് സൈൻ സ്ക്വയർ എ പ്ലസ് കോസ് സ്ക്വയർ എ. ഈ സാധനമല്ലേ സൈൻ സ്ക്വയർ എ പ്ലസ് കോസ് സ്ക്വയർ എ? ഇതിന്റെ വാല്യൂ ഈക്വൽ ടു 1 ആണ്. ഓക്കെ, അപ്പോൾ എന്ത് വന്നു? ടാൻ സ്ക്വയർ എ ഈക്വൽ ടു 0 വന്നു. കാരണം ഇവിടെ 1 വന്നു. ഈ 1 നമ്മൾ എന്താ പറയുക ഈക്വൽ ടുവിന്റെ മറ്റേ ഭാഗത്തേക്ക് കൊണ്ടുപോകുമ്പോൾ 1 - 1 0 വരും. ടാൻ സ്ക്വയർ എ 0 ആവണമെങ്കിൽ ടാൻ എ എന്തായിരിക്കും? ടാൻ എ 0 ആയിരിക്കും അല്ലേ? അപ്പം ടാൻ 0 ആവുന്നത് എവിടെയാ? സൈന് അതുപോലെ തന്നെ ടാന് ഒക്കെ 0 ആവുന്നത് 0 ഡിഗ്രി അല്ലെങ്കിൽ 180 ഡിഗ്രിയിലൊക്കെയാണ് ഇത് 0 ആവുന്നത്. ഓക്കെ, 360 ഡിഗ്രി. നേരെ മറിച്ച് കോസ് തീറ്റ 0 ആവുന്നത് 0 when തീറ്റ ഈക്വൽ ടു 90 ഡിഗ്രി. ഓക്കെ, അപ്പം നമ്മുടെ എന്റെ വാല്യൂ എത്ര ചോദിച്ചപ്പോൾ എ എത്രയും ഓപ്ഷൻ സി 0. സൈൻ തീറ്റ ടാൻ തീറ്റ ഒക്കെ 0 ആവുന്നത് 0 ഡിഗ്രിയിലും അല്ലെങ്കിൽ 180 ഡിഗ്രിയിലും, കോസ് തീറ്റ 0 ആവുന്നത് 90 ഡിഗ്രിയിലാണ്. ഓക്കെ, ബേസിക്സ് ആണ്, വേറെ ഒന്നുമില്ല. ആംഗിൾ ഓഫ് എലിവേഷൻ ഓഫ് എ ടവർ ഈസ് 45 ഫ്രം എ പോയിന്റ് 100 മീറ്റർ അവേ ഫ്രം ദ ഫൂട്ട് ഓഫ് ദ ടവർ. ദ ഹൈറ്റ് ഓഫ് ദ ടവർ ഈസ്. അപ്പം നമ്മൾ പറയുന്നത് ഒരു ഹൈറ്റ് ഉണ്ട്, ടവർ ഉണ്ട്. ആ ടവറിൻ്റെ അകത്ത് നമ്മളിപ്പോൾ ബേസിക് ആണ് കേട്ടോ പറഞ്ഞത്. ഇതിപ്പോൾ 9ാം ക്ലാസ്സിലൊക്കെ നമ്മൾ സൈനും തീറ്റയും പഠിക്കാൻ പറ്റുന്ന സാധനമാണ്. 100 മീറ്റർ ആണ് ഇതിന്റെ ലെങ്ത് വന്നത്. ഇപ്പം ഇതിന്റെ വന്ന് ഇങ്ങോട്ട് ടോപ്പിലേക്കുള്ള ആംഗിൾ 45 ഡിഗ്രി ആണ് വന്നത്. ഓക്കെ, അപ്പോൾ ഇതിന്റെ ഹൈറ്റ് എത്രയാണെന്ന് ചോദിച്ചു. അപ്പോൾ ഇതിന്റെ അകത്ത് കിട്ടുന്ന ആംഗിൾ ഏതൊക്കെ? അഡ്ജസൻറ്റ് സൈഡ് വരുമ്പോൾ കോസ് തീറ്റ നോക്കിയാൽ മതി. ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡ് ബൈ അഡ്ജസൻറ്റ് അല്ല ടാൻ തീറ്റ നോക്കിയാൽ ടാൻ തീറ്റ ടാൻ 45 എന്ന് പറഞ്ഞാൽ 1 ആണ്. ഓക്കെ, അപ്പോൾ ആൻസർ 79. ഓപ്ഷൻ എ 100 മീറ്റർ. ഓക്കെ, ജസ്റ്റ് ഒന്ന് കാര്യം കേട്ടോ. ടാൻ 45 ഈക്വൽ ടു ഇത് എക്സ് ആണ് ശരി, എക്സ് ഡിവൈഡ് ബൈ 100.
tan 45 1 ആണ് വാല്യൂ. അപ്പോൾ എക്സിൻ്റെ വാല്യൂ 100 തന്നെ കിട്ടും. ഓക്കെ, സെയിം വാല്യൂസ് തന്നെ 45 ഡിഗ്രി ആണെങ്കിൽ. The angle between the resultant reaction and the normal reaction at the limiting condition is called. The angle between the resultant reaction and the normal reaction at the limiting condition is called angle of repose, cone of friction, angle of friction. അപ്പോൾ ഇത് ഏതാണെന്ന് വെച്ചാൽ ലിമിറ്റിംഗ് കണ്ടീഷനിനകത്ത് വരുന്ന സാധനം എന്താണ്? ഏതാണ് വരുന്നത്? ഓപ്ഷൻ സി, ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, മാക്സിമം ആംഗിൾ പോസിബിൾ ടു, അതായത് ലിമിറ്റിംഗ് കണ്ടീഷൻ അത് കഴിഞ്ഞാൽ ആ ബോഡി മൂവ് ചെയ്യാൻ തുടങ്ങും. അതിന് മാക്സിമം ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ എന്ന് പറയും. ഇൻക്ലൈൻഡ് ആയിട്ടുള്ള സർഫസിനകത്താണ് കൂടുതലും ഈ ഒരു കൺസെപ്റ്റ് വരുന്നത്. ഓക്കെ, ദ റേഷ്യോ ഓഫ് ലാറ്ററൽ സ്ട്രെയിൻ ടു ദ ലീനിയർ സ്ട്രെയിൻ, ലാറ്ററൽ സ്ട്രെയിൻ ടു ദ ലീനിയർ സ്ട്രെയിൻ, അതിന്റെ ആൻസർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? പോയിസൺസ് റേഷ്യോ, എപ്സിലോൺ ലാറ്ററൽ ടു ദ എപ്സിലോൺ ലോഞ്ചിറ്റ്യൂഡ് അല്ലെങ്കിൽ ലീനിയർ എന്ന് പറയും. ഓക്കെ, പോയിസൺസ് റേഷ്യോ ഓപ്ഷൻ ഡി ദ കറക്റ്റ് ഓപ്ഷൻ. ബാക്കി കാര്യങ്ങളൊന്നും നോക്കണ്ട. ഇതിനെ പറ്റി എല്ലാ കാര്യങ്ങളും, അതായത് ഈ എലാസ്റ്റിക് കോൺസ്റ്റന്റ് കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിൽ വീഡിയോ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ടിപ്സ് ആൻഡ് ടോക്സ് എന്നാണ് അതിനകത്തുണ്ട്. അത് ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കുക, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മനസ്സിലാവും. ഇത്രയും ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, അതായത് സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഏതൊരു എക്സാമിനും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷനാണ്. നിങ്ങളൊന്ന് എടുത്ത് നോക്കുക ഡൗട്ട് ഉണ്ടെങ്കിൽ. ഓക്കെ, എല്ലാ കാര്യങ്ങളും ഞാൻ അതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്തു. ദ സ്ട്രെസ് ഇൻഡ്യൂസ്ഡ് ഇൻ എ ഷാഫ്റ്റ് സബ്ജക്റ്റഡ് ടു ടോർഷൻ. അപ്പം ഷാഫ്റ്റ് ടോർഷനായിട്ട് സബ്ജക്റ്റ് ചെയ്യുന്ന, അതായത് ഒരു ടോർക്ക് പർട്ടിക്കുലർ റൊട്ടേറ്റ് ചെയ്യുന്ന ഷാഫ്റ്റിന് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന സ്ട്രെസ് ഏതാണ്? ഡയറക്റ്റ് സ്ട്രെസ് ഉണ്ട്, ഷിയർ സ്ട്രെസ് ഉണ്ട്, കംപ്രസീവ് സ്ട്രെസ് ഉണ്ട്, ബെൻഡിങ് സ്ട്രെസ് ഉണ്ട്. ഓർക്കുക, ഷാഫ്റ്റിനകത്ത് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഷാഫ്റ്റിന്റെ ഇക്വേഷൻ എന്തായിരുന്നു? ടി ബൈ ജെ ഈക്വൽ ടു ടോ ബൈ ആർ ഈക്വൽ ടു ജി തീറ്റ ബൈ എൽ. അപ്പം ഇതിൻ്റെ അകത്ത് നിങ്ങൾ ആലോചിക്കാം, ഇത് എന്ന് പറഞ്ഞാൽ ഷിയർ സ്ട്രെസ് ആണ്, ഇത് പറഞ്ഞാൽ ടോർക്കാണ്. അപ്പോൾ ടോർക്ക് വരുന്ന സമയത്ത് എന്തായാലും അവിടെ ഉണ്ടാകുന്ന സാധനം ഷിയർ സ്ട്രെസ് ആയിരിക്കും. അങ്ങനെ ആലോചിച്ചാൽ മതി. അപ്പോൾ ഷാഫ്റ്റിനകത്ത് ഉണ്ടാകുന്ന സാധനം ഓപ്ഷൻ ബി ഷിയർ സ്ട്രെസ് 82 ഓപ്ഷൻ ബി ഷിയർ സ്ട്രെസ്. ദ എക്സാക്ട് ഷേപ്പ് ഓഫ് ആൻ ഒബ്ജക്റ്റ് ഈസ് represented by the two or more views on the planes at a right angle to each other. ഇതിന് ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒന്നുകൂടി എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സിലേക്ക് എത്തുന്ന ഒരു ക്വസ്റ്റൻ ആണ്. ദ എക്സാക്ട് ഷേപ്പ് ഓഫ് ആൻ ഒബ്ജക്റ്റ് ഈസ് represented by two or more views on planes that are right angle to each other. ഓർത്തോഗണൽ പ്രൊജക്ഷൻ ആണ്, പെർസ്പെക്റ്റീവ് പ്രൊജക്ഷൻ ആണ്, ഒബ്ലിക് പ്രൊജക്ഷൻ ആണ്. ഏത് ടൈപ്പ് പ്രൊജക്ഷൻ? അപ്പോൾ രണ്ട് റൈറ്റ് ആംഗിൾ ആയിട്ടുള്ള എന്താ പറയുക പ്ലെയിന് വെച്ച് എക്സ്പ്രസ് ചെയ്യുന്ന സാധനം എന്താണ് വിളിക്കുന്നത്? ഓക്കെ, ഓപ്ഷൻ എ ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ. ഓർത്തോഗണൽ അല്ല, ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫാസ്റ്റനിങ് ഡിവൈസ് ഹാസ് ദ വൈഡസ്റ്റ് ആപ്ലിക്കേഷൻ ഇൻ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി? ഫാസ്റ്റനിങ് ഡിവൈസ് എന്ന് പറഞ്ഞാൽ ടൈറ്റ് ചെയ്യുന്ന സാധനം, അതായത് നമ്മൾ നട്ടും ബോൾട്ടും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, റിംഗ് നട്ട്, ജാം നട്ട്, കാസിൽ നട്ട്, ഫാൻ നട്ട്. ഇപ്പോൾ ഏതാണ് ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഫാസ്റ്റനിങ് ഡിവൈസ് എന്നാണ് ചോദിക്കാം. ഓക്കെ, 84 സി കാസിൽ നട്ട്. ഇൻ വിച്ച് ഫാസ്റ്റനിങ് ഡിവൈസ് ഹാവ് ബോത്ത് എൻഡ്സ് ത്രെഡ്സ്? അപ്പോൾ രണ്ട് എൻഡിലും ത്രെഡ് ഉള്ളത്, ക്യാപ് സ്ക്രൂ, ടേൺ ബക്കിൾ, അലൻ ബോൾട്ട്, സ്റ്റഡ്. അപ്പോൾ ഏതിനാണ് രണ്ട് ഭാഗത്തും ത്രെഡ്സ് ഉള്ളത്? ത്രെഡ്സ് ഉണ്ടാകുന്നത് രണ്ട് ഭാഗത്തും എന്താ പറയുക, ഇങ്ങനെ ഉണ്ടാവും. രണ്ട് ഭാഗത്തും സ്ക്രൂ ഇട്ട് അല്ല നമ്മുടെ നട്ട് ബോൾട്ട് ട്രൈ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അതിനെയാണ് പറയുന്നത് രണ്ട് ഭാഗത്തും ബോത്ത് എൻഡിൽ ത്രെഡുള്ള ഫാസ്റ്റനിങ് എന്ന് പറയുന്നത്. 85 ഓപ്ഷൻ ഇതിനകത്ത് പറഞ്ഞ ഓപ്ഷൻ കറക്റ്റ് അല്ല. അപ്പോൾ രണ്ട് ഭാഗത്തും നിങ്ങളൊന്ന് ഓർത്തിരിക്കുക, ഇങ്ങനൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഓക്കെ, ഇതിൻ്റെ അകത്ത് നമുക്ക് റെഗുലർ തന്ന ഓപ്ഷൻ റോങ് ആണ്. അതായത് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ്റെ അകത്ത് കറക്റ്റ് ഓപ്ഷൻ എനിക്കറിയില്ല. അപ്പോൾ ക്യാപ് സ്ക്രൂ ആണോ അല്ല ടേൺ ബക്കിലാണോ അലൻ ബോൾട്ട് ആണോ സ്റ്റഡ് ആണോ എന്നൊക്കെ ഒന്ന് കൺഫ്യൂഷൻ ഉള്ള കാര്യമാണ്. അതുകൊണ്ട് നിങ്ങളൊന്ന് നോക്കുക. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ 85th ക്വസ്റ്റ്യൻ ആൻസർ ഇല്ല. ഓക്കെ, അതായത് PSCൻ്റെ അകത്ത് ആൻസർ എന്താ പറയുക ഒരു ഓപ്ഷൻ കൊടുക്കാത്ത ക്വസ്റ്റ്യൻ ആണിത്. ഓക്കെ, PSCൻ്റെ എന്താ പറയുക നമ്മുടെ സൊല്യൂഷൻ വരുമല്ലോ, ആ സൊല്യൂഷനകത്ത് നോ ആൻസർ ആണ്. അതായത് ആ ക്വസ്റ്റ്യൻ എടുത്തു കളഞ്ഞിട്ടുണ്ടാവും. ഓക്കെ, അതായത് നമ്മൾ ചില ക്വസ്റ്റ്യൻസ് അങ്ങനെയാണ്, ഓപ്ഷൻസ് കറക്റ്റ് ഇല്ലാത്ത രീതിയിൽ വരുന്ന സമയത്ത് ആ ക്വസ്റ്റ്യൻസ് തന്നെ ടെർമിനേറ്റ് കളയും, അത് എടുത്തു കളയും. അങ്ങനത്തെ എടുത്ത് ചെയ്ത് കളഞ്ഞ ഒരു ക്വസ്റ്റ്യൻ ആണ് 85th ക്വസ്റ്റ്യൻ. ഐഡന്റിഫൈ ദ ടൈപ്പ് ഓഫ് റിവറ്റ് ഹെഡ് യൂഷ്വലി യൂസ്ഡ് ഫോർ ബോയിലർ പ്ലേറ്റ് റിവറ്റിംഗ്. ബോയിലർ പ്ലേറ്റ് റിവറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ആ റിവറ്റ് ഹെഡ് എന്നാണ് സ്നാപ്പ് ഹെഡ്, കോണിക്കൽ ഹെഡ്, പാൻ ഹെഡ്, കൗണ്ടർ ഹെഡ്. അപ്പോൾ ഈ റിവറ്റിന്റെ ഹെഡുകൾ പല ടൈപ്പുകളുണ്ട്. ഓക്കെ, റിവറ്റ് ഹെഡ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് വരുന്ന ഓരോ ടൈപ്പ്, അതിനൊക്കെ ഓരോ യൂസുകളുണ്ട്. ഓക്കെ, റിവറ്റ് എന്ന് പറഞ്ഞ സാധനം നമ്മൾ ജനറലി പറയുകയാണെങ്കിൽ ഇങ്ങനെ ഉണ്ടാവും സാധനം റിവറ്റ്. ഓക്കെ, ഈ റിവറ്റ് എന്ന് പറഞ്ഞാൽ അപ്പോൾ ഈ ഹെഡിന്റെ ഷേപ്പാണ് ഇവിടെ പറയുന്നത്. സ്നാപ്പ് ഹെഡ്, കോണിക്കൽ ഹെഡ്, പാൻ ഹെഡ്, കൗണ്ടർ ഹെഡ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ അകത്ത് ബോയിലറിന്റെ പ്ലേറ്റ് റിവറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സാധനം ഏതാണ്? ഓപ്ഷൻ സി, പാൻ ഹെഡ് ആയിരിക്കും. ഓക്കെ, where the space for accommodating the bolt head is limited, we
use T-headed bolt, cheese-headed bolt, square-headed bolt, hexagonal-headed bolt. അപ്പം where the space of accommodating the bolt head is limited. അപ്പോൾ ബോൾട്ടിന് ഒരു ഹെഡ് ഉണ്ടാവും അല്ലേ? നമുക്കറിയാം ഇങ്ങനെ ബോൾട്ട് വന്നു കഴിഞ്ഞാൽ ആ ഒരു ഹെഡ് ഉണ്ട്. ഈ ഹെഡ് അക്കോമഡേറ്റ് ചെയ്യാൻ നമ്മുടെ പോർഷൻ, അതായത് നമ്മുടെ എന്താ പറയുക, ആ ഒരു ഒബ്ജക്റ്റിന്റെ മുകളിൽ സ്ഥലം ഇല്ലെങ്കിൽ നമ്മൾ ഏത് ടൈപ്പ് ബോൾട്ടാണ് യൂസ് ചെയ്യുന്നത്? T-head ബോൾട്ട് ആണോ, അല്ലെങ്കിൽ ചീസ് ഹെഡ് ബോൾട്ട് ആണോ, സ്ക്വയർ ഹെഡ് ബോൾട്ട് ആണോ, ഹെക്സാഗണൽ ഹെഡഡ് ബോൾട്ട് ആണോ യൂസ് ചെയ്യുന്നത്? അപ്പോൾ 87 ഓപ്ഷൻ B, cheese headed bolt. Okay, the distance between the gauge line and the edge of the plate is known as, gauge line and edge of the plate is known as diagonal pitch, back pitch, margin pitch. ഏതാണ് വരുന്നത്? ഓപ്ഷൻ സി, മാർജിൻ എന്ന് പറയുന്നത്. The distance between gauge line and the edge of the plate is known as margin. In a riveted joint, when the rivet in various rows are opposite to each other, the joint is said to be chain riveted, diamond riveted, zigzag riveted, none of them. അപ്പോൾ റിവെറ്റ് ചെയ്യുന്ന പല ടൈപ്പ് ഉണ്ട്. ഇങ്ങനെ റിവെറ്റ് ചെയ്യുക, ഒരു രണ്ട് പ്ലേറ്റ് വെച്ചിട്ടുണ്ടാവും. ഈ രണ്ട് പ്ലേറ്റിന്റെ മുകളിൽ അടി കൂടി ഒരു പ്ലേറ്റ് ഉണ്ടാവും. ഈ റിവെറ്റ് ചെയ്യുന്നു ചിലപ്പം ഇങ്ങനെ റിവെറ്റ് ചെയ്യും, അതായത് ഇങ്ങനെ ഒരു ഇതിനൊക്കെ സിഗ്സാഗ് റിവെറ്റിംഗ് എന്ന് പറയും. റിവെറ്റഡ് ജോയിന്റ് വെൻ ദ റിവെറ്റിംഗ് വേരിയസ് റോസിന്റെ ഓപ്പോസിറ്റ് ടു ഈച്ച് അതർ. അപ്പോൾ രണ്ട് ഓപ്പോസിറ്റ് ഈച്ച് അതർ ആയിട്ട് റിവെറ്റ് ചെയ്യുന്ന ഏത് റിവെറ്റിംഗ് മെത്തേഡാണെന്ന് ചോദിക്കുന്നു. ഓക്കെ, 89 ഓപ്ഷൻ എ, ചെയിൻ റിവെറ്റ്. ഓക്കെ, ഇതിൻ്റെ അകത്ത് നമ്മൾ മുകളിൽ നമുക്ക് എന്താ പറയുക, നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന പോലെ ഇങ്ങനെ റിവെറ്റ് ചെയ്ത് പോകും. അതിനാണ് ഇങ്ങനെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ രണ്ട് ഭാഗത്തും റിവെറ്റ് ചെയ്യുന്ന പറയുന്നത്. ഓക്കെ, ചെയിൻ റിവെറ്റഡ് എന്നാണ്. റിവെറ്റ്സ് ആർ ജനറലി സ്പെസിഫൈഡ് ബൈ ഷേപ്പ് ഓഫ് ഹെഡ്, ഡയമീറ്റർ ഓഫ് ദ ഹെഡ്, ഡയമീറ്റർ ഓഫ് ഷാങ്ക്, ഓവറോൾ ലെങ്ത്. ഏതിനെ ബേസ് ചെയ്തിട്ടാണ് എന്താ പറയുക ക്ലാസിഫൈ ചെയ്യുന്നത് റിവെറ്റ്? ഏതാണ് അതിന്റെ സ്പെസിഫിക്കേഷൻ എന്താണ്? നമുക്ക് എന്താ പറയുക, ആ ഹോളിന്റെ ഡയമീറ്റർ വെച്ചിട്ടാണ് നമ്മൾ പറയാം. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ റിവെറ്റിന്റെ അത് പറയുമ്പോൾ 90 ഓപ്ഷൻ സി, ഡയമീറ്റർ ഓഫ് ദ ഷാങ്ക്. ആ ഷാങ്കിന്റെ ഡയമീറ്റർ അല്ലെങ്കിൽ ഹോളിന്റെ ഡയമീറ്റർ. ഓക്കെ, ഷാങ്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾ നേരത്തെ ഞാൻ റിവെറ്റ് വരച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു സാധനം, ഈ ഒരു പോർഷനകത്ത് ഇതിനെയാണ് നമ്മൾ ഷാങ്ക് എന്ന് പറയുന്നത്. ഇത് ഹെഡ്, ഇത് ടെയില്. ഓക്കെ, അപ്പോൾ ഇതാണ് ഷാങ്ക്. ഈ ഷാങ്കിന്റെ ഡയമീറ്റർ ആയിരിക്കും നമ്മൾ അത് റിവെറ്റ് ചെയ്യുന്ന ഹോളിന്റെ ഡയമീറ്റർ. ഓക്കെ, അപ്പോൾ അതാണ് അതിന്റെ ഒരു എന്താ പറയുക സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത്, റിവെറ്റിന്റെ സൈസ് എന്ന് പറയുന്നത്. ഓക്കെ, 91th question. The diameter of the cylindrical rod on which threads are cut is known as. അപ്പോൾ ആ ത്രെഡ് കട്ട് ചെയ്യുന്ന സാധനം, ആ സിലിണ്ടറിക്കൽ റോഡിനെ പറ്റി കോർ ഡയമീറ്റർ, നോർമൽ ഡയമീറ്റർ, ക്രസ്റ്റ് ഡയമീറ്റർ, പിച്ച് ഡയമീറ്റർ. ഡയമീറ്റർ ഓഫ് ദ സിലിണ്ടർ റോഡ് ഓൺ വിച്ച് ദ ത്രെഡ്സ് ആർ കട്ട് ഈസ് നോൺ ആസ് കോർ ഡയമീറ്റർ, നോർമൽ ഡയമീറ്റർ, ക്രസ്റ്റ് ഡയമീറ്റർ, പിച്ച് ഡയമീറ്റർ. ഏതാണ്? ഓപ്ഷൻ ബി, നോർമൽ ഡയമീറ്റർ, നോമിനൽ ഡയമീറ്റർ. നോമിനൽ ആണ്, നോർമൽ അല്ല, നോമിനൽ ഡയമീറ്റർ. ഓൺ എ ട്രിപ്പിൾ ത്രെഡ് സ്ക്രൂ, on a triple thread screw, lead equals, okay, sorry, on a triple thread screw, lead is equals 1/3 pitch, 2/3 pitch, 3 times pitch, 1.5 times pitch. അപ്പോൾ എത്ര ടൈം പിച്ച് നമ്മളിപ്പോൾ 1.5 പിച്ച് ആണ് നോക്കാം. അപ്പോൾ ട്രിപ്പിൾ ത്രെഡഡ് സ്ക്രൂ ആണ്, അതിനകത്ത് ഏത് ടൈപ്പ് പിച്ചാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ഓക്കെ, 92 ഓപ്ഷൻ സി, 3 times pitch, അതായത് 3P ആണ് പിച്ചിന്റെ. പിച്ച് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒറ്റ കാര്യം, ഇത് രണ്ട് ത്രെഡ് ആണ്. ഓക്കെ, ഈ ഒരു പോർഷൻ ഉണ്ടാവും, ഈ ഒരു പോർഷൻ രണ്ട് ക്രസ്റ്റുകൾ അല്ലെങ്കിൽ രണ്ട് വാലീസ് നമ്മളുടെ ഡിസ്റ്റൻസിനാണ് നമ്മൾ പിച്ച് എന്ന് പറയുന്നത്. ഓക്കെ, അതൊക്കെ നമ്മൾ ജനറൽ ആണ്. ഇത് ത്രെഡ്, ഇങ്ങനെ ത്രെഡ് വരുന്ന സാധനമാണ്. ഈ ത്രെഡിന്റെ അകത്ത് രണ്ട് പൊന്തി കിടക്കുന്ന, അതായത് നമ്മളിപ്പം പറയുകയാണെങ്കിൽ സ്ക്രൂവിൻ്റെ അകത്ത് ഇങ്ങനെയാണ് ഉണ്ടാവുക, സ്ക്രൂവിന്റെ ആ ഒരു ത്രെഡ് എന്ന് പറയുന്നത് അല്ലെ. ഈ ത്രെഡിനകത്ത് രണ്ട് ക്രസ്റ്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസിന് ഇതിനാണ് പിച്ച് എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ കുറെ കാര്യങ്ങൾ നിങ്ങൾ ജനറലി അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളുണ്ട്. ഓക്കെ, അറിഞ്ഞാലും ഇത് എങ്ങനെയാണ്. അപ്പോൾ ട്രിപ്പിൾ ത്രെഡ് സ്ക്രൂവിൻ്റെ അകത്താണെങ്കിൽ 3 times ഓഫ് പിച്ച് ആണ് അതിന്റെ ഒരു ലീഡ് എന്ന് പറയുന്നത്. ലീഡ് എന്ന് പറഞ്ഞാൽ ഒറ്റ തിരിക്കൽ, അതായത് ഒരു കറക്കത്തിന്റെ അകത്ത് എത്ര ഇത് മോഷൻ മൂവ് ചെയ്യുന്നുണ്ടെന്ന്. ഓക്കെ, 3 times ഓഫ് പിച്ച് ആണ് അതിൻ്റെ അകത്ത് മോഷൻ മൂവ് ചെയ്യുന്നത്. കീ are generally made of, keys are generally made of mild steel, high carbon steel, cast iron steel, wrought iron steel. അപ്പോൾ കീസ് എന്താണ്, നമ്മളിപ്പം ചെറിയ ഒരു എന്താ പറയുക കപ്ലിംഗ് ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അതിന് ചെറിയൊരു ഗ്യാപ്പ് ഇടും. ഓക്കെ, ഈ ഗ്യാപ്പിനകത്തേക്ക് നമ്മൾ എക്സ്റ്റേണലി ഒരു സാധനം ഇട്ടിട്ടാണ് ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യുക. അതായത് കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അത് ഫിക്സ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സാധനം. ആ ഒരു ഫിക്സ് ചെയ്യുന്ന സാധനം ചിലപ്പോൾ ഷേപ്പുകൾ ഇങ്ങനെ ആയിരിക്കും, ചെറിയ എന്താ റെക്ടാങ്കുലർ ഷേപ്പിലൊക്കെ ആയിരിക്കും ഉണ്ടാവും. കീൻ്റെ ഷേപ്പ് ഒക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ ടാപ്പേർഡ് സെക്ഷൻ ആയിരിക്കും കൂടുതലുണ്ടാവും. ഇങ്ങനത്തെ സെക്ഷൻ ആയിരിക്കും നമ്മുടെ കീ ഉണ്ടാവും. അത് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയെന്ന് വെച്ചാൽ 93A മൈൽഡ് സ്റ്റീൽ വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. നോർമലി നമ്മൾ നേരത്തെ പറഞ്ഞ കപ്ലിങ്ങിൻ്റെ അകത്ത് ഏറ്റവും ലോസ്റ്റ്, അതായത് സ്ട്രെങ്ത് കുറഞ്ഞ ഭാഗം എന്ന് പറഞ്ഞാൽ കീ ആണെന്ന് പറഞ്ഞു. അപ്പോൾ മൈൽഡ് സ്റ്റീൽ വെച്ച് ഉണ്ടാക്കുന്നതുകൊണ്ടാണ് അതിന്റെ സ്ട്രെങ്ത് കുറയാൻ കാരണം. ഓക്കെ, ദ കീ വേ ഫോർ എ sunk key is provided in a shaft only, neither in a shaft or not in a hub, in a hub only.
പാർട്ട്ലി ഇൻ ഹബ് ആൻഡ് പാർട്ട്ലി ഇൻ ഷാഫ്റ്റ്. അപ്പോൾ ഷാഫ്റ്റിന്റെ മുകളിലാണോ ഹബിന്റെ മുകളിലാണോ എന്നൊക്കെ ഒരു കൺഫ്യൂഷൻ ആണ്. ഓക്കെ, നമ്മളിപ്പോൾ പറയാം ഇതാണ് ഷാഫ്റ്റ്, സോറി ഇതാണ് ഷാഫ്റ്റ്. അപ്പോൾ ഈ ഷാഫ്റ്റ് കണക്ട് ചെയ്ത ഒരു കപ്ലിംഗ് ഉണ്ടാവും. ഈ കപ്ലിങ്ങിനെയാണ് നമ്മളിപ്പോൾ ഹബ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന്റെ മുകളിൽ രണ്ടിന്റെ മുകളിലാണ് കണക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഹബിന്റെ മുകളിൽ മാത്രമാണ് കീ കണക്ട് ചെയ്യുന്നത് എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, ഓപ്ഷൻ ഡി പാർട്ട്ലി ഓൺ ദ ഹബ് ആൻഡ് പാർട്ട്ലി ഓൺ ദ ഷാഫ്റ്റ്. നമുക്കറിയാം എന്തൊരു സാധനം നമ്മൾ ഫിക്സ് ചെയ്യുന്നുണ്ടെങ്കിൽ രണ്ടിന്റെ മുകളിൽ ടച്ച് ചെയ്യില്ലാതെ ആ ഒരു കണക്ഷൻ എന്താ പ്രോപ്പറായിട്ട് വരില്ല. ഓക്കെ, വിച്ച് കീ ഈസ് യൂസ്ഡ് ഫോർ ലൈറ്റ് ഡ്യൂട്ടി വർക്ക്. ചെറിയ എന്താ പറയുക അധികം ഹെവി അല്ലാത്ത വർക്കിനൊക്കെ യൂസ് ചെയ്യുന്നത് സാഡിൽ കീ ആണോ, സംഗി കീ ആണോ, ഫെദർ കീ ആണോ, വുഡ് റഫ് കീ. അപ്പോൾ വുഡ് റഫ് കീ ആണ്. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഞാൻ പറഞ്ഞു ഈ കീന്റെ പറഞ്ഞാൽ അത്ര സ്ട്രെങ്ത് കുറവാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് തന്നെ ഏറ്റവും ലൈറ്റ് ഡ്യൂട്ടി വർക്കിന് യൂസ് ചെയ്യുന്ന സാധനം ഏതാണെന്ന് ചോദിച്ചത്. ഓപ്ഷൻ എ സാഡിൽ കീ. The feather keys are generally tight in a shaft and loose in a hub. Loose in a shaft and tight in a hub. Loose in both shaft and hub. Tight in both shaft and hub. Feather key എങ്ങനെയാണ് ഉണ്ടാവുന്നത് വെച്ചാൽ അപ്പോൾ ഒന്നിൻ്റെ ഷാഫ്റ്റിനകത്ത് ടൈറ്റ് ആണോ അല്ലെങ്കിൽ ഹബിനകത്ത് ടൈറ്റ് ആണോ. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എങ്ങനെയാണ് വരുന്നത് നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കാം. 96 ഓപ്ഷൻ എ ടൈറ്റ് ഇൻ ഷാഫ്റ്റ്. ഷാഫ്റ്റിനകത്ത് ഭയങ്കര ടൈറ്റ് ആയിരിക്കും, പക്ഷേ ഹബിനകത്ത് ലൂസ് ആയിരിക്കും. ഓക്കെ, വുഡ് റഫ് കീ ഈസ് ജനറലി സ്ക്വയർ, ട്രപ്പിസോഡൽ, റെക്ടാംഗിൾ, സെമി സർക്കിൾ. അപ്പോൾ വുഡ് റഫ് കീന്റെ ഷേപ്പ് എന്താണെന്ന് ചോദിക്കുന്നത്. 97 ഓപ്ഷൻ ഡി സെമി സർക്കുലർ ഷേപ്പിലാണ് ആ ഒരു കീ ഉണ്ടാവുക. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇങ്ങനെയായിരിക്കും ആ കീ ഉണ്ടാവുക. ഓക്കെ, അതൊരു എന്താ പറയുക നമ്മളിപ്പം ആപ്പ് വെക്കുക എന്ന് പറയില്ലേ, ഓരോ മരത്തിൻ്റെ ഒക്കെ ആപ്പ് വെക്കുക, അതുപോലെ യൂസ് ചെയ്യുന്ന സാധനമാണ് കീ ഒക്കെ. ഓക്കെ, LDCയിലൊക്കെയാണ് അധികം യൂസ് ചെയ്യുന്നത്. വെൽഡഡ് ജോയിന്റ് ഈസ് സുപ്പീരിയർ ടു റിവറ്റഡ് ജോയിന്റ് ഇൻ റെസ്പെക്ട് ഓഫ് ഈസ് ഓഫ് ഫാബ്രിക്കേഷൻ, ഗ്രേറ്റർ സ്ട്രെങ്ത്, ലൈറ്റ് വെയിറ്റ് ആൻഡ് സേവിംഗ് മെറ്റീരിയൽ, ഓൾ ഓഫ് ദി അബവ്. ഏതാണ് വെൽഡഡ് ജോയിന്റ് റിവറ്റഡ് ജോയിന്റിനെക്കാളും ബെറ്റർ എന്ന് പറയാൻ കാരണം? ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി അബവ്. എല്ലാത്തിനും സ്ട്രെങ്ത്തിന്റെ കാര്യത്തിലാണെങ്കിലും അല്ലെങ്കിൽ ഫാബ്രിക്കേഷന്റെ കാര്യത്തിലാണെങ്കിലും അല്ലെങ്കിൽ അതിന്റെ വെയിറ്റ് അതിന്റെ എന്താ മെറ്റീരിയൽ കോസ്റ്റും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ എല്ലാ കേസിലും നമ്മുടെ വെൽഡഡ് ജോയിന്റ് ആണ് ബെറ്റർ. ഓക്കെ, റിവറ്റഡ് ജോയിന്റിനെക്കാളും ബെറ്റർ. ഓക്കെ, സ്പോട്ട് ദ ഓഡ് വൺ ഔട്ട്. അപ്പോൾ ഇതിനകത്ത് ഓഡ് വൺ ഔട്ട് പറയുന്നത് ഫെദർ കീ പറഞ്ഞിട്ട്, സാഡിൽ കീ ആണ്, വുഡ് റഫ് കീ ആണ്, ഗ്രിബ് ഹെഡ് കീ എന്ന്. ഓക്കെ, അപ്പം ഏതാണ് ഇതിൻ്റെ അകത്ത്? 99 ഓപ്ഷൻ ബി സാഡിൽ കീ ആണ്. ഇതിനകത്ത് എന്താ പറയുക ലൈറ്റ് ആയിട്ടുള്ള കാര്യത്തിൽ മാത്രം യൂസ് ചെയ്യുന്ന സാധനമാണ് സാഡിൽ കീ എന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ സ്പോട്ട് ഓഡ് വൺ എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള കമ്പയർ ചെയ്യുന്ന സമയത്ത് ഈ സാഡിൽ കീ ആണ് ഇതിനകത്ത് ഓഡ് വൺ ആയിട്ട് വരുന്നത്. ഓക്കെ, ദ വിഡ്ത്ത് ആൻഡ് തിക്നെസ് ഓഫ് എ റെക്ടാംഗുലർ ഷങ്കി ആർ റെസ്പെക്റ്റീവ്ലി. അപ്പം അതിൻ്റെ ഒരു റേഞ്ച് ഉണ്ട്. ഓക്കെ, ഓരോന്നിൻ്റെ ഡിസൈൻ കാര്യങ്ങളൊക്കെ റേഞ്ച് വരുന്നുണ്ട്. അപ്പം ഇതിനകത്ത് ഒരു കുറച്ച് ക്വസ്റ്റ്യൻസ് ആയി ഇതിനകത്ത് വരുന്നു. ഇപ്പോൾ ഈ കീ എന്താ കീ ഹോൾസ്, കീ വേസ് എന്നൊക്കെ പറഞ്ഞ ഒരു ചാപ്റ്ററിൻ്റെ ഭാഗമായിട്ട് വരുന്നു. അപ്പം കൂടുതലും ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഇപ്പോൾ അധികം ചോദിക്കില്ല, കുറച്ച് മുമ്പേ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും കൂടുതലായിട്ട് ചോദിക്കുന്നത്. ഓക്കെ, ഓപ്ഷൻ എ D/4 D/6. അപ്പോൾ വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ വിഡ്ത്ത് ഈക്വൽ ടു D/4 ആൻഡ് തിക്നെസ് എന്ന് പറഞ്ഞാൽ D/6 ആണ് വരുന്നത്. ഓക്കെ, ഇതിനകത്ത് ശംഖികീൻ്റെ അകത്ത്. ഓക്കെ, അപ്പം ഞാൻ ഓൾറെഡി പറഞ്ഞു ഈ ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും ക്ലിയറും കാര്യങ്ങളൊക്കെ കുറവുണ്ടെങ്കിൽ, എനിക്കിപ്പോൾ ക്ലിയർ കുറവുണ്ടെന്ന് തോന്നുന്നുണ്ട്, ഞാൻ കുറച്ച് എന്താ സൂം ചെയ്തെടുത്താണ്. കാരണം ചെറിയ ഫിഗേഴ്സ് ആണ്, കുറച്ച് സൂം ചെയ്തെടുത്ത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടി എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടി സൂം ചെയ്തെടുക്കാം. എന്നാലും ഞങ്ങളുടെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് സൊല്യൂഷൻ എന്ന ഗ്രൂപ്പിൻ്റെ ലിങ്ക് താഴെ ഉണ്ടാവും, ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഉണ്ടാവും. അതിനകത്ത് ഞാൻ ഈ ഇതിൻ്റെ എന്താ പറയുക PDF, അതായത് കംപ്ലീറ്റ് സൊല്യൂഷനും ഈ ക്വസ്റ്റ്യൻസിൻ്റെ കംപ്ലീറ്റ് സൊല്യൂഷനും PDF ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക, മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ഇങ്ങനെ ഞാൻ എൻ്റെ കഴിവിൻ്റെ മാക്സിമം എഫേർട്ട് എടുത്തിട്ടാണ് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതും അതുപോലെ തന്നെ ക്ലാസ് എടുക്കുന്നതും ഒക്കെ. ഓക്കെ, ലിമിറ്റഡ് ടൈമാണ്, അതുകൊണ്ടാണ് ഈ കൂടുതൽ വീഡിയോസും കാര്യങ്ങളും ഒറ്റ സ്ട്രക്ചർ തന്നെ ഈ വീഡിയോസ് കംപ്ലീറ്റ് ചെയ്തത്. എനിക്കറിയില്ല എത്ര ടൈം പോയിട്ടുണ്ട്, അപ്പോൾ എന്തായാലും 1 hour മുകളിൽ പോയിട്ടുണ്ട്. അപ്പോൾ മാക്സിമം നിങ്ങൾ അടുത്ത മാസം എക്സാമിന് യൂട്ടിലൈസ് ചെയ്യുന്ന രീതിയിലാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പം സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് മുമ്പോട്ടുള്ള മോട്ടിവേഷൻ. ഓക്കെ, താങ്ക് യു.